സോ നമ്മൾ phase 2 ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിലുള്ള മെയിൻ ആയിട്ടുള്ള ടേക്ക് അവേസ് ആണ് ഇത്. ഓട്ടോഫിൽ, കസ്റ്റം ലിസ്റ്റ്, ഫ്ലാഷ് ഫിൽ. ഫ്ലാഷ് ഫില്ല് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കവറപ്പ് ചെയ്ത്, ഫ്ലാഷ് ഫില്ലും അതുപോലെ തന്നെ കണ്ടീഷൻ ഫോർമാറ്റും അതിൻ്റെ ഒരു ഓവറോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കവറപ്പ് ചെയ്തതാണ്. പക്ഷേ ഫ്ലാഷ് ഫില്ല് ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്, അതുകൊണ്ടാണ് അത് ഹൈലൈറ്റ് ചെയ്തത്. ആൻഡ് ഡാറ്റ കൺസോളിഡേഷൻ, ഡാറ്റ വാലിഡേഷൻ ടൂൾസ്, ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡ് ഓർ MIS റിപ്പോർട്ട്, ഓഡിറ്റിംഗ് ആൻഡ് ഡീബഗിംഗ് ആൻഡ് മിസ്ലാനിയസ് ഫീച്ചേഴ്സ്. ഈ മിസ്ലാനിയസ് ഫീച്ചേഴ്സിൽ സ്പെഷ്യൽ ടോപ്പിക് അല്ല, ഇതിന്റെ കൂടെ തന്നെ അഡീഷണലി വരുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഇതിൽ കവറപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതും കൂടി നമുക്ക് നോക്കാം. സോ വെരി ഫസ്റ്റ് വൺ, ഓട്ടോഫിൽ, കസ്റ്റം ലിസ്റ്റ് ആൻഡ് ഫ്ലാഷ് ഫിൽ. സ്ക്രീൻ ഷെയർ ചെയ്യാനുണ്ട്. ഇതിന്റെ വർക്ക് ഷീറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല, കാരണം ഇത് ബ്ലാങ്ക് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ടൈപ്പ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ സിസ്റ്റത്തിന് മുന്നിലാണെങ്കിൽ ഒരു ന്യൂ വർക്ക് ഷീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. അൽഫാന് സ്ലൈഡിൽ തന്നെയല്ലേ ഉള്ളത് അല്ലേ? എക്സൽ ഷീറ്റിലേക്ക് മാറിയില്ലല്ലോ? മാറാൻ വേണ്ടി പോവാണ്, ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും ഞാൻ ഓരോ സ്ലൈഡ് മാറുമ്പോൾ നിങ്ങളോട് ഞാൻ കൺഫർമേഷൻ ചോദിക്കാം എന്തായാലും. ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ മാറിയിട്ടുണ്ട്. ക്ലിയറാ, ഷീറ്റിലാണ് കണ്ടു. യെസ്, ഓക്കെ. സോ ഇതിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓരോ ടാബിലും അല്ലെങ്കിൽ ഓരോ ഷീറ്റിലും അതിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്. ഓട്ടോഫിൽ, കസ്റ്റം ലിസ്റ്റ്, ഫ്ലാഷ് ഫിൽ. ഈ ഓട്ടോഫിൽ ഉദ്ദേശിക്കുന്ന ഒരു ബേസിക് സംഭവമാണ്. നമുക്ക് ഒരു സീരീസ് ഓഫ് ഡാറ്റ ഉണ്ട്, ഇതിനെ കുറച്ച് സീരിയൽ നമ്പർ ഇവിടെ ഇൻസേർട്ട് ചെയ്യണം. സോ നമുക്കറിയാവുന്ന കാര്യമാണ്. സാധാരണ ഇതിൽ നമ്മൾ എന്താ ചെയ്യുക, 1 ഇടുന്നു, എന്നിട്ട് ഡ്രാഗ് ചെയ്തെങ്കിൽ ആ സെയിം 1 റിപ്പീറ്റ് ചെയ്യണം. എനിക്ക് ആ സീക്വൻസ് വേണം, 1 2 3 4 എന്നുള്ളത്. അപ്പൊ നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ടാണ് സാധാരണ രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്യാറ്, റൈറ്റ്? കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇത് റിലീസ് ചെയ്യും, റൈറ്റ്? ഇതിൽ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഏതൊരു സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടർ ആണെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്താലേ നമ്മൾ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പം ആദ്യം എക്സലിന് ഇതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കി കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, എനിക്കിവിടെ 1 and 2 കിട്ടും. ഇനി ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഡ്രാഗ് ഡൗൺ ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഇത് ഫില്ലായി, റൈറ്റ്? സോ ഓൾമോസ്റ്റ് ഇവിടെ ഒരു 25 റോ ഡാറ്റ ഉണ്ട്. സോറി, ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. റോ ഡാറ്റ ഉണ്ട്, റൈറ്റ്? കാരണം ഈ 1 2 കഴിഞ്ഞിട്ട് അപ്പം എക്സൽ പാറ്റേൺ മനസ്സിലാക്കി 1 തന്നെ 2 ആണ്, കാരണം ആ സീക്വൻസിലാണ് വരേണ്ടത് എന്നുള്ളത്. ഞാൻ ഡിലീറ്റ് ചെയ്തു. ഈ 1 ഇട്ടു, 2 വേണ്ട, ഒരു ഓഡ് നമ്പേഴ്സ് ഇടാം, 3 ആക്കാം. രണ്ടും സെലക്ട് ചെയ്തു, ഞാൻ ജസ്റ്റ് ഡ്രാഗ് ഡൗൺ ചെയ്യുന്നു. സോ ആ ഒരു സീക്വൻസിൽ ആ ഒരു പാറ്റേൺ എക്സൽ ക്യാപ്ചർ ചെയ്തു, അത് കിട്ടും, റൈറ്റ്? ഇനി ഞാൻ ജസ്റ്റ് 1 ഇട്ടു, 2 ഇട്ടു, രണ്ടും സെലക്ട് ചെയ്തു, ഡ്രാഗ് ഡൗൺ ചെയ്യുന്നു, ഇതൊരു എത്തി, റൈറ്റ്? ഇനി ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് രണ്ടും ഡിലീറ്റ് ചെയ്തു, ഈ ഒരു റോ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം എനിക്ക് ഈ റോന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം ഈ പാറ്റേൺ ഇൻസേർട്ട് ചെയ്ത ശേഷം നിങ്ങളിവിടെ ഡ്രാഗ് ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്താണ് ഈ കോർണറിലുള്ള ഈ ഡബിൾ ക്ലിക്ക് ഉണ്ടല്ലോ, ഒരു മിനിറ്റ്, സോറി, ഈ രണ്ട് സെലക്ട് ചെയ്ത ഈ കോർണർ ഡോട്ട്, ഈ ഒരു കോർണറിലുള്ള ഒരു ഗ്രീൻ ഡോട്ട് ഉണ്ടല്ലോ, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ പാറ്റേൺ വന്നു. നമ്മൾ മാനുവലി ഡ്രാഗ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, അത് എത്ര ഇതായിക്കോട്ടെ. സോ ഇനി ഇൻ കേസ് ഈ ഒരു ഡാറ്റ ഞാൻ ഡിലീറ്റ് ചെയ്തു, ഈ 3 ഡാറ്റ. ഇനി ആ പാറ്റേൺ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതുവരെ സ്റ്റക്കായി ഇവിടെ, കാരണം താഴത്തേക്ക് പോകുന്നു, കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായോണ്ട. അത് നമുക്കിങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് അൺഡു പ്രസ് ചെയ്യുന്നു, കൺട്രോൾ Z, 1 2 ഇവിടെ ജസ്റ്റ് വെച്ചു. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് 1 ഇവിടെ ഇൻസെർട്ട് ചെയ്തു, കാരണം ആ സീക്വൻസിൽ എനിക്ക് വേണ്ടത് 1. ആ 1 എന്നുള്ള സെൽ അടങ്ങിയ സെല്ല് സെലക്ട് ചെയ്തു, ഐ മീൻ മൗസ് ഉപയോഗിച്ചിട്ടു. ശേഷം ഗോ ടു ഹോം. ഇവിടെ കാണാൻ പറ്റും എഡിറ്റിംഗ് എന്നുള്ളൊരു സെക്ഷൻ, റൈറ്റ്? അവിടെ കാണാം ഈ ഒരു ഫില്ല് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. കാരണം ഇത് ഓരോ എക്സൽ വേർഷനിലും ആ ഐക്കൺ ഡിഫറെൻ്റ് ഉണ്ടാവും. അപ്പം ഗ്രൂപ്പൊക്കെ സെയിം ആയിരിക്കും. എഡിറ്റിംഗ് ഗ്രൂപ്പിൽ ഫില്ല് എന്നുള്ള ഓപ്ഷൻ, അതിന് താഴെ സീരീസ് ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്കറിയാതെ ഓൾമോസ്റ്റ് 25 റോസ് ഉണ്ട്, റൈറ്റ്?
സോ ഐ മീൻ 25 റോസ് ഡാറ്റ അടങ്ങിയത് ഇവിടെ ഉണ്ടെന്ന് അറിയാം. സോ നമ്മൾക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നത് ഓരോ കോളത്തിലാണ്. ഇവിടെ 1 ഇൻസേർട്ട് ചെയ്തു, അവിടെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് കേഴ്സർ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ എടുക്കേണ്ടത്. ശേഷം നമുക്ക് കോളത്തിലാണ് നമുക്ക് ആ നമ്പർ വേണം. കോളം സെലക്ട് ചെയ്തു, ശേഷം ലീനിയർ ഉദ്ദേശിക്കുന്നത് സ്ട്രൈറ്റ് ലൈനാണ്, നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടാണ് ഇത് വേണ്ടത്. ഈ 1 to 25 വരെ വേണ്ടത്. 25 ഇൻസേർട്ട് ചെയ്യാം, ഓക്കെ പ്രസ് ചെയ്തു. സോ ഓട്ടോമാറ്റിക്കലി അതിവിടെ ഇൻസേർട്ട് ആവും. അത് നേരത്തെ ഡിലീറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടാണ്. അത് സെലക്ട് ചെയ്തു, ഹോം, സീരീസ്, കോളംസ്, ലീനിയർ, സ്റ്റോപ്പ് വാല്യൂ 25, ഓക്കെ പ്രസ് ചെയ്യുന്നു. സി അത് കംപ്ലീറ്റ് ഇവിടെ ഫില്ലപ്പ് ചെയ്തു 25 വരെ. ഈ നെക്സ്റ്റ് ഒരു ചാലഞ്ച് ഇതിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊരു പാറ്റേൺ സെറ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾ ഈ ഒരു ഡാറ്റ കീപ്പ് ചെയ്യണം. സോ ഇതിൽ ഒരു 2-3 ഡാറ്റ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. റോ നമ്പർ 11, അതായത് 10th റോ ഡാറ്റ ഡിലീറ്റ് ചെയ്തു. കൺട്രോൾ മൈനസ് പ്രസ് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ഡാറ്റ റോ നമ്പർ 16th ഡാറ്റ അതും ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ സീക്വൻസ് 1 2 3 4 6 7 കഴിഞ്ഞിട്ട് 8 9 10 ഡിലീറ്റ് ചെയ്തു. അപ്പോൾ 10 ഇവിടെ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ 16 ഡിലീറ്റ് ചെയ്തു. സീക്വൻസ് തെറ്റി കംപ്ലീറ്റ്. നമുക്കത് മാനുവൽ എഫേർട്ട് ഇല്ലാണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതനുസരിച്ച് എങ്ങനെ റോ നമ്പർ ചേഞ്ച് ചെയ്യാനുള്ളത് നോക്കാം. ഓക്കെ, സോ കൺട്രോൾ സി പ്രസ് ചെയ്യുന്നു, കംപ്ലീറ്റ് ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്നു, ഐ മീൻ ഈ റോ ഡാറ്റ. സോ നമുക്ക് എവിടെയാണോ റോ നമ്മൾ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സെല്ല് സെലക്ട് ചെയ്യുക. ശേഷം ഈക്വൽ ടു റോ, ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസ് ബ്രാക്കറ്റ്, കാരണം അതിന് അണ്ടറിൽ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ആ റോയിൽ ബ്ലാങ്ക് ആയിരിക്കണം. -1, അപ്പോൾ ഓട്ടോമാറ്റിക്കലി 1 ഇൻസെർട്ട് ചെയ്തു. ഇനി ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം, കംപ്ലീറ്റ് ഡാറ്റ വന്നല്ലോ. ഇനി ഞാൻ ജസ്റ്റ് 10 11 12 അതെ ഈ റോ ഡാറ്റ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. കൺട്രോൾ മൈനസ്, ഓട്ടോമാറ്റിക്കലി ആ സീരീസും അവിടെ ചേഞ്ച് ചെയ്ത് വന്നു. ഓക്കെ, സോ 3 കാര്യമാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. 1 നമുക്ക് എങ്ങനെ സീക്വൻസിൽ മാനുവലി ചെയ്യാന്നുള്ളത് ഡബിൾ ക്ലിക്ക് ഉപയോഗിച്ചിട്ട്. രണ്ടാമത്തത് ഡാറ്റ റോ ഡാറ്റ ബ്ലാങ്ക് ആണെങ്കിൽ, റോ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സീരീസിൽ പോയിട്ട് നമുക്കത് മാനുവൽ, അതായത് എഡിറ്റിംഗ് എന്നുള്ള ഗ്രൂപ്പിൽ പോയിട്ട് നേരത്തെ കാണിച്ച മാതിരി തന്നെ കോളത്തിന് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ചെറിയ ഡാറ്റ ബേസ് 25 റോസിൽ ഡാറ്റാ ബേസാണ്. 2,50,000 ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈവൻ നമ്മൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ മാനുവലി നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സീരീസ് അങ്ങനെ ഫില്ലപ്പ് ആവും നോക്കാം. ഓക്കെ, സോ അതാണ് ഇപ്പം കാണിച്ചത്. കൂടെ തന്നെ നമുക്ക് കസ്റ്റം ലിസ്റ്റ് നെക്സ്റ്റ് നോക്കാം. അതിലുള്ള ഈ ഒരു ടോപ്പിക്കിലുള്ള ഞാൻ സ്ലോ ആക്കണമെന്നും കൂടി ഇത് ഓക്കെ അല്ലേ, ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, ഗ്രേറ്റ്. കസ്റ്റം ലിസ്റ്റ്, കസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് കസ്റ്റമൈസ്ഡ് ആണ്, റൈറ്റ്? അപ്പം എക്സലിൽ ചില കാര്യം നമ്മൾ കുറെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി എക്സൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കും. അത് വേണമെങ്കിൽ നമുക്ക് എനാബിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. സോ അതിലൊന്നാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ നമ്മളിപ്പോൾ സൺഡേ എന്നാണ്, റൈറ്റ്? ഇത് ഓട്ടോമാറ്റിക് നമ്മളിപ്പോൾ ഡ്രാഗ് ചെയ്തതിന് സൺഡേ മാത്രമല്ല, നേരത്തെ 1ന്റെ മൈലത് ഓട്ടോമാറ്റിക്കലി അത് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഈവൻ നിങ്ങൾ സൺഡേ അടിച്ചാലും ഫുൾ നെയിം അടിച്ചാലും ഇത് മാറുന്നുണ്ട്. സെയിം വേ ജാൻ, റൈറ്റ്? അതും മാറും, ജാനുവരി മാറുന്നുണ്ട്, റൈറ്റ്? സോ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ എക്സൽ ഒരു പുതിയ ആളാണെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നമ്മൾ A to Z വരാണല്ലോ, റൈറ്റ്? എവിടെ ഇൻസേർട്ട് ചെയ്തു, ഇതെന്തുകൊണ്ട് മാറുന്നില്ല Z വരെ? ഇത് ആക്ച്വലി എക്സൽ തന്നെ പ്രീബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്ക് വേണമെങ്കിൽ A to Z വരെ അങ്ങനെ സെറ്റ് ചെയ്താൽ നമുക്ക് പറ്റും. സോ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് ഡാറ്റ ഇവിടെ നമ്മൾ മാനുവലി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ടൈം വേസ്റ്റ് ചെയ്യുന്നു ഈ ഒരു കോളം A to Z വരെ. നമ്മളിവിടെ ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ അറിയാം. ഫയലിൽ പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് സെറ്റിംഗ്സ് പാർട്ട് മോറിൽ പോവാം, ഓപ്ഷൻസ് ഉണ്ടാവും. ഈ ഓപ്ഷൻസിൽ ഈ ലെഫ്റ്റ് സൈഡ് പാനലിൽ കാണുന്ന അഡ്വാൻസ്ഡ് ഉണ്ടാവും, റൈറ്റ് സൈഡ് n നമ്പർ ഓഫ് ഓപ്ഷൻസ് ഉണ്ടാവും, ക്രെഡൻഷ്യൽസ്. അതിൽ ജസ്റ്റ് ഡ്രാഗ് ഡൗൺ ചെയ്യാം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് എഡിറ്റ് കസ്റ്റം ലിസ്റ്റ് എന്നല്ല ചെറിയ ഡയലോഗ് ബോക്സ് വന്നു, റൈറ്റ്? ഇത് ഓൾറെഡി എക്സൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്.
ഇനി എനിക്കൊരു പുതിയ ലിസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ആ ലിസ്റ്റാണ് എനിക്ക് വേണ്ടത് ABCDEFG എന്നുള്ളത്, റൈറ്റ്? സോ അത് ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആദ്യം സംഭവം ഇത് ഇമ്പോർട്ട് ചെയ്യണം. നിങ്ങളിപ്പോൾ മാനുവലി ചെയ്യുകയാണെങ്കിൽ ഇടാം, അത് ആഡ് ചെയ്യുക, ആഡ് ചെയ്ത് വന്നു. അപ്പം എനിക്ക് അത് ഒരു സീക്വൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് മാനുവലി ചെയ്യുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്ന സംഭവം A to B to അല്ലെ ഇവിടെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഒരു ഓൾറെഡി ചെയ്ത് വെച്ചാണെങ്കിൽ നമുക്കത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ഇമ്പോർട്ടൻ്റ് നെക്സ്റ്റ് ഒരു അപ്പാരോ ഓപ്ഷൻ ഉണ്ടാവും, റൈറ്റ്? ക്ലിക്ക് ചെയ്യുക. അത് അതിന്റെ നമ്മുടെ ഈ കസ്റ്റം ലിസ്റ്റ്, ആ ലിസ്റ്റിന്റെ റേഞ്ചാണ് ചോദിക്കുന്നത്. ആ അപ്പാരോ ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റേഞ്ച് കംപ്ലീറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു, A to Z വരെ. ഡൗൺ ആരോ ക്ലിക്ക് ചെയ്തു, ആഡ് ചെയ്തിട്ടില്ല, ഇമ്പോർട്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് A2 ഡ്രാഗ് ഡൗൺ ചെയ്തു, ആ സീക്വൻസ് ഇവിടെ എത്തി. ഇതിന്റെ അപ്പോൾ ഇത് ഏതൊക്കെ കേസിലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സീരിയൽ നമ്പർ ഉണ്ടാവും, ശരി, റൈറ്റ്? നമുക്ക് പ്രൊഡക്റ്റ് സീരിയൽ നമ്പർ, അതിനൊക്കെ വളരെ ഉപകരിക്കും. അതുപോലെ തന്നെ അതിനൊരു പർട്ടിക്കുലർ കോഡൊക്കെ ഉണ്ടാകണം, എംപ്ലോയി കോഡൊക്കെ സീക്വൻസ് കിട്ടണമെങ്കിലൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവും. ജസ്റ്റ് ഇത് പറഞ്ഞത് മാത്രം കസ്റ്റം ലിസ്റ്റ് എന്നുള്ളതിൽ ഇത് വളരെ ബേസ് ആണെന്ന് അറിയാം, പക്ഷേ ഇത് കുറെ ആൾക്കാർക്ക് അറിയാത്തവരുണ്ടാവും. അതുപോലെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തതാണ്. ഫ്ലാഷ് ഫിൽ. നെക്സ്റ്റ് ഫ്ലാഷ് ഫില്ല് ഞാൻ ചെറിയ രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നതാണ്. ഫ്ലാഷ് ഫിൽ എന്നുള്ള ആ ഒരു ഓപ്ഷൻസിൻ്റെ 2013 വേർഷന് ശേഷമുള്ളതിനൊക്കെ ഫ്ലാഷ് ഫിൽ എന്നുള്ള ഓപ്ഷൻ എനാബിൾ ആയിരിക്കും. ഐ മീൻ എനാബിൾ അല്ല, ഈ ആ ഒരു ടൂൾ ഇതിലുണ്ടാവും. നെക്സ്റ്റ് നേരത്തെ എനാബിൾ അല്ല എന്ന് പറയാൻ കാരണം ചില സിസ്റ്റത്തിൽ കാണാത്തത് കാരണം ചില സിസ്റ്റത്തിൽ ഫ്ലാഷ് ഫിൽ ചിലപ്പോൾ നിങ്ങളുടെ ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കാം, ഫ്ലാഷ് ഫിൽ വർക്ക് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടെന്നാൽ ബൈ മിസ്റ്റേക്ക്ലി നിങ്ങൾ അത് എനാബിൾ ആക്കണം. സോ അത് ഫസ്റ്റ് എനാബിൾ ആക്കേണ്ട ഓപ്ഷൻ കാണിച്ചിട്ടാണ്. ഫയലിൽ പോവാ, മോർ, ഓപ്ഷൻസ്, അഡ്വാൻസ്ഡ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലാഷ് ഫില്ല് നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി ഫ്ലാഷ് ഫിൽ, ജസ്റ്റ് ടിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അത് നിങ്ങളത് ലേറ്റസ്റ്റ് വേർഷൻ അത് കാണുന്നില്ല, അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ടിക്ക് ആണോ ഇല്ല എന്നുള്ളത്. ബൈ ഡീഫോൾട്ട് എക്സൽ തന്നെ ടിക്ക് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, ക്യാൻസൽ ചെയ്യുന്നു. ഇനി വളരെ ഫ്ലാഷ് ഫില്ല് ഏറ്റവും യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പർട്ടിക്കുലർ ERP നല്ല സോഫ്റ്റ്വെയറും ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ പല കോലത്തേക്കും വരാം, റൈറ്റ്? സോ എനിക്കത് സഗ്രിഗേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇതൊരു ട്രാവൽ ഏജൻസിന്റെ ഒരു ഡെമ്മി ഡാറ്റാബേസ് ആണ്, അതായത് ഒരു ആഫ്രിക്കയുള്ള. സോ പ്രത്യേകിച്ച് നമ്മൾ കാണുമ്പോൾ നമുക്കറിയില്ല ആഫ്രിക്കത്തെ ഫസ്റ്റ് പേര് എന്താണ്, സെക്കൻഡ് പേര് എന്താണ്. അതുപോലെ തന്നെ പല സ്പെഷ്യൽ ക്യാരക്ടറും ഓരോ ഇൻഫോർമേഷൻ സഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഹാഷ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ സ്ലാഷ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇത് കോളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് സഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഈ ഒരു രീതിയിൽ കിട്ടണം. അപ്പം ഇതെന്റെ ക്ലയന്റിന്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ ഞാൻ ആ ക്ലയന്റിനെ വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ ഫസ്റ്റ് ഡീറ്റെയിൽസ് മാത്രം ഒന്ന് പറഞ്ഞു തരുമായിരിക്കും. ആ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഫസ്റ്റ് നെയിം എന്താ, സെക്കൻഡ് നെയിം എന്താണ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടർ ഒന്നും ബോധേടേണ്ട ആവശ്യമില്ല. എനിക്ക് ഇമെയിൽ ID, ഓക്കെ, പിന്നെ ട്രാവൽ ഏജൻസി നമ്പർ, ആ കംപ്ലീറ്റ് ഞാൻ ആ പാറ്റേൺ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇത് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ഇത് ഒരു 381 ലൈൻ ഐറ്റംസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം, നോ ഇഷ്യൂ, നിങ്ങൾ വാട്സാപ്പ് ത്രൂ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്ലാഷ് ഫില്ല് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫ്ലാഷ് ഫില്ലിന്റെ ആ ഷോർട്ട് കട്ട് Ctrl+E പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് നെയിം അപ്പിയർ ചെയ്തു. അഗെയിൻ Ctrl+E, കാരണം നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ളത് അഗെയിൻ ആ പാറ്റേൺ ആണ്. Ctrl+E. ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് സ്പെഷ്യൽ ക്യാരക്ടർ എടുക്കാൻ അത് റിമൂവ് ചെയ്തു ഫ്ലാഷ് ഫില്ലിന്റെ, കണ്ടില്ലേ ഫ്ലാഷ് ഫില്ല്. സോ Ctrl+E ആൻഡ് Ctrl+E ആൻഡ് Ctrl+E. ഇവിടെ നമ്പർ ഇല്ല, കാരണം ഇവിടെ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ്. ഫ്ലാഷ് ഫിൽ എന്ന സംഭവം ഒരു ഫംഗ്ഷനോ ഫോർമുലയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡാറ്റ ഡിലീറ്റ് ചെയ്താലും ഇവിടെ അത് ഇമ്പാക്റ്റ് ആവില്ല. ഓക്കെ, സോ മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും? ഒരു സംശയം, ഫ്ലാഷ് ഫിൽ ഇങ്ങനെ ഇതിൽ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നിങ്ങൾ പറഞ്ഞ പുതിയ വേർഷനിൽ ഇത് ഓൾറെഡി എനേബിൾ ചെയ്തില്ലെങ്കിൽ എനേബിൾ ചെയ്യുക. നിങ്ങൾ പറഞ്ഞ ഈ Ctrl+E അടിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട്
യെസ്, ഞാൻ കൺട്രോളിലുള്ള ഷോർട്ട് കട്ട് കീ ആണ്. അതല്ലെങ്കിൽ ഡാറ്റയെ പോയിട്ടുണ്ടെങ്കിൽ ഡാറ്റ ടൂൾസിന്റെ അണ്ടറിൽ ഒരു ഓപ്ഷൻ കാണാം, ഒരു ഫ്ലാഷ് ഫിൽ എന്നുള്ള ഇവിടെ തന്നെ കാണാം കൺട്രോൾ, റൈറ്റ്? ഇപ്പോ അതുകൊണ്ടാണ് ഇത് ഓട്ടോമാറ്റിക്കലി ഇതിപ്പോ ഡിസേബിൾ ചെയ്യണമെന്നാണ്, അത് അൺടിക്ക് ചെയ്താൽ മതി. അതെ അതെ, വർക്ക് ആവുള്ളൂ. സോ നെക്സ്റ്റ് ആണ് ഡാറ്റ കൺസോളിഡേഷൻ. ഇത് തുടങ്ങുന്നതിന് മുന്നേ ആ ഡാറ്റ കൺസോളിഡേഷൻ ഷീറ്റ് ഒന്ന് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഓപ്പൺ ചെയ്യൂ. കാരണം ഇൻസ്റ്റന്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്ന അത്രക്കും അത് അതിലൊരു ക്വയറി ഉണ്ട് ഷിറോസ് മോമന്റെ അടുത്തൊന്നും. ഒരു മിനിറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം തന്നെ നോക്കാം. ഈസ് ഓട്ടോഫിൽ ആപ്ലിക്കബിൾ ഓൺലി ടു സീരിയൽ നമ്പേഴ്സ്? അല്ല, എല്ലാത്തിനും കംപ്ലീറ്റ്ലി. അതിലൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷിറോസ്. ഇപ്പോ പിന്നെ വീക്ക് നെയിം, മന്ത് നെയിം, അതുപോലെ ABCD സീക്വൻസ്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. മൂവ് ചെയ്തോളൂ. ഓക്കെ, ആ ഡാറ്റ കൺസോളിഡേഷന്റെ ഷീറ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കും. ജസ്റ്റ് ഒന്ന് പറ്റുകയാണെങ്കിൽ ഞാൻ സെൻഡ് ചെയ്തതാണ്. ഈ ഡാറ്റ കൺസോളിഡേഷന്റെ ഈ സ്ക്രീന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ട്. റൈറ്റ്, സോ എല്ലാവരും ഓപ്പൺ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. സോ ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്, പലപ്പോഴും നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണ്. സോ അതിൽ ഒന്ന് ബ്രീഫായിട്ട് അത്യാവശ്യം ഉപകരിക്കുന്ന ഡാറ്റ കൺസോളിഡേഷൻ വേരിയസ് മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. അതായത് ഇതൊരു സെയിൽസ് ഡാറ്റ ആണ്, ഒരു ക്വാർട്ടർലി വൈസ്. അതായത് സോഫ്റ്റ് ഡ്രിങ്കിന്റെ എന്താ പറയുക, ക്വാർട്ടർലി വൈസ് റിപ്പോർട്ടാണ്. അതും ഓരോ സോൺ വൈസ്, നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും. സംഭവം ഇങ്ങനെ ഓരോ സഗ്രിഗേറ്റ് ആയിട്ട് അങ്ങനെ വന്നത്, ഓരോ ഷീറ്റിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട്, പക്ഷെ ഡിഫറെന്റ് എമൗണ്ട്. എനിക്കിതിന്റെ ഗ്രാൻഡ് ടോട്ടൽ ഇവിടെ കിട്ടണം. സോ എക്സൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സമ്മൊക്കെ ഉപയോഗിച്ചിട്ട് ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് മാനുവലി ചെയ്യുന്ന, റൈറ്റ്? നമുക്കത് ഡിഫറെന്റ് വേയിൽ ഇതെങ്ങനെ അപ്ലിക്കബിൾ ആക്കാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ, ആദ്യം തന്നെ സെറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഡാറ്റ 4 കിട്ടിയ ശേഷം ഈ സെയിം പാറ്റേണിലുള്ള ഒരു ഫോർമാറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിന്റെ ഹെഡിങ് ഉണ്ടായിക്കോട്ടെ. അതിനുശേഷം നമുക്ക് ഡാറ്റ റിസൾട്ട് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ സെല്ലിനോട് കഴ്സർ പ്ലേസ് ചെയ്യാം. Q1 ഫസ്റ്റ് റിസൾട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് മൊത്തത്തിൽ, റൈറ്റ്? സോ അതിനുശേഷം ഈക്വൽ ടു സം ഓപ്പൺ ബ്രാക്കറ്റ്, എന്നിട്ട് ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് വെക്കാം. എന്നിട്ട് ഏത് സോണാണ് ഫസ്റ്റ് ഡാറ്റ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നോർത്ത് നിന്നാണ്, റൈറ്റ്? നോർത്തിലേക്ക് പോവുക. അതിന്ന് ഫസ്റ്റ് Q1 ആണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, എവിടെയാണോ ഡാറ്റ സ്റ്റാർട്ട് ചെയ്യേണ്ട സ്ഥലം അവിടെ കഴ്സർ പ്ലേസ് ചെയ്യുക, ഈക്വൽ ടു സം ഓപ്പൺ ബ്രാക്കറ്റ്. അതേ സെയിം വേയിൽ നമ്മൾ ഇവിടെ Q1 ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുന്ന മുന്നേ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്തു. ഷിഫ്റ്റ് ഞാൻ റിലീസ് ചെയ്തിട്ടില്ലല്ലോ, റിലീസ് ചെയ്തില്ല കീ. നെക്സ്റ്റ് സൗത്ത് സെലക്ട് ചെയ്യാം. സൗത്ത് മാനുവൽ ഇവിടെ Q1 സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഷിഫ്റ്റ് സെലക്ട് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി അത് സെലക്ട് ആവും. ഈസ്റ്റ് വെസ്റ്റ്. അപ്പൊ ഈ ഒരു ഫോർമുല ഭാഗം കാണാൻ പറ്റും. ഞാൻ എന്താ സെലക്ട് ചെയ്യുന്നത്? ഈക്വൽ ടു സം നോർത്ത് തൊട്ടിട്ട്, കോളം ഉദ്ദേശിക്കുന്നത് ആ റേഞ്ചിന്റെ ആ ഒരു ബ്രിഡ്ജ് ഇടാൻ വേണ്ടിയിട്ടാണ്. നോർത്ത് തൊട്ടിട്ട് വെസ്റ്റ് വരെ ഡാറ്റ സെലക്ട് ചെയ്തു. ഈ ഒരു ഹാഷ്, ഐ മീൻ എക്സ്പ്ലനേഷൻ കാണിക്കുന്നത് നമ്മളൊരു ഷീറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അത് കാണിക്കാനോ. ഇവിടെ കംപ്ലീറ്റ് ഷീറ്റ് സെലക്ട് ചെയ്ത് തന്നെ റെപ്രസെന്റേറ്റീവ് ആണ് ഈ എക്സ്പ്ലനേഷൻ കാണിക്കുന്നത്. B2 ഉദ്ദേശിക്കുന്നത് ഗ്രാൻഡ് 2 B2 എന്നുള്ള സെല്ലിലാണ് നമുക്ക് റിസൾട്ട് വേണ്ടത്. ശേഷം ക്ലോസ് ബ്രാക്കറ്റ്, അതായത് ഷിഫ്റ്റ് റിലീസ് ചെയ്യുക, ശേഷം ക്ലോസ് ബ്രാക്കറ്റ്, എൻ്റർ പ്രസ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടോട്ടൽ സം അവിടെ വന്നു. ഇനി എല്ലാം നമുക്ക് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡ്രാഗ് ചെയ്യാം, ജസ്റ്റ് താഴത്തേക്ക് ഡ്രാഗ് ചെയ്താലും മതി. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് അൺഡു പ്രസ് ചെയ്യുന്നു. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിന് മുന്നേ ഇതിൻ്റെയൊക്കെ എനിക്ക് ഗ്രാൻഡ് ടോട്ടൽ വേണം. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു
ഇന്നത്തെ സെഷനിൽ മിസ്ലാനിയസ് ഫീച്ചേഴ്സ് എന്ന സംഭവമുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ കൂടെ കവറപ്പ് ചെയ്യുന്നത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. സോ എനിക്ക് ഇതിന്റെ ഗ്രാൻഡ് റൂൾ ഇവിടെയും വേണം, അതുപോലെ തന്നെ ഇവിടെയും വേണം. സോ നമുക്ക് ചെയ്യാൻ പറ്റും ഈക്വൽ ടു സം ഉപയോഗിച്ചിട്ട് റേഞ്ച് സെലക്ട് ചെയ്യാൻ. അതിനൊന്നും ആവശ്യം നമുക്ക് ഷോർട്ട് കട്ട്ക്ക് ഉപയോഗിക്കാം. നമുക്ക് എവിടേക്കാണ് ഒരു ഗ്രാൻഡ് ടോട്ടൽ വേണം അത് അടുക്കം ആ ഒരു ഫീൽഡ് അടുക്കം സെലക്ട് ചെയ്യുക. നമുക്ക് ആ സമ്മ് ടോട്ടൽ വാല്യൂ ആ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന വിട്ടിട്ട് ആ കംപ്ലീറ്റ് ആ ഫീൽഡ് അടുക്കം സെലക്ട് ചെയ്യും. ഇവിടെ ഗ്രാൻഡ് ടോട്ടൽ വാല്യൂ വേണം, അതും താഴത്തും വേണം. സോ അതും സെലക്ട് ചെയ്യാം. ശേഷം കീബോർഡിലുള്ള ഓൾട്ട് ഈക്വൽ ടു പ്രസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഗ്രാൻഡ് ടോട്ടൽ കിട്ടി. ഈ നെക്സ്റ്റും ഞാൻ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. അതുപോലെ തന്നെ ഇതും സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. സോറി, എൻ്റർ ചെയ്തു. ആൻഡ് വെസ്റ്റ് എൻ്റർ ചെയ്തു. ഈ ഗ്രാൻഡ് ടോട്ടൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈക്വൽ ടു സം ഓപ്പൺ ബ്രാക്കറ്റ് ഫസ്റ്റ് സോണിലേക്ക് പോകുന്നു. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുന്നു. ഫസ്റ്റ് സെലക്ട് ചെയ്തു. ശേഷം ഷിഫ്റ്റ് കീ റിലീസ് ചെയ്തിട്ടില്ല. സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഷിഫ്റ്റ് കീ റിലീസ് ചെയ്യുന്നു. ക്ലോസ് ബ്രാക്കറ്റ്, എൻ്റർ ഇറ്റ്. റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു, ഡൗണിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യുന്നു. ഓൾട്ട് ഈക്വൽ ടു ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് പോകുന്നു. സോ ഈ ഒരു കൺസോളിഡേഷന്റെ പേരാണ് 3D കാൽക്കുലേഷൻ. ഇതൊരു മെത്തേഡാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ആരെങ്കിലും സംസാരിക്കുന്നുണ്ട്? ഒരു ഹലോ, സംസാരിച്ചോളാം. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഇനി ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഒരു 23,825 ഉള്ളത് ഇവിടെ ഒരു ഫോർമുല ഇന്റർലിങ്ക്ഡ് ആണ്. ഇപ്പം ഞാൻ നമുക്കൊന്ന് മൈൻഡിൽ വെച്ചേക്കാം 23,825 ഉള്ളത്, റൈറ്റ്? ഞാൻ നോർത്ത് ചെയ്ത ഡാറ്റ ജസ്റ്റ് ഒന്ന് 200 ആക്കും. സോ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെയും ഇമ്പാക്ട് ചെയ്തു 79, റൈറ്റ്? സോ ഇൻ കേസ് ഞാനത് ഇത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തിട്ടെങ്കിൽ അത്രക്കും ഡാറ്റ ഇവിടെ wait. ഇവിടെ ഡാറ്റ ഇമ്പാക്ട് ചെയ്ത് പോകുന്നു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ഡാറ്റ ഇവിടെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോർത്ത് മാത്രം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തില്ല, ബാക്കിയെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഞാനിപ്പോൾ പൊസിഷൻ മാറ്റിയാണെങ്കിലും, അതായത് കട്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താണെങ്കിലും അതും ഇമ്പാക്റ്റ് ആവും. നമുക്കിത് എങ്ങനെ ഇമ്പാക്റ്റ് ആവാണ്ട്, ഈവൻ ഡാറ്റ മാറ്റിയാലും ഇവിടെ ഇമ്പാക്റ്റ് ആവാണ്ട് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കാൻ നോക്കാം. ഓക്കെ, Ctrl+C പ്രസ് ചെയ്യുന്നു. സോ ആദ്യം വേണ്ടത് നമ്മൾ നേരത്തെ പോലെ തന്നെ കംപ്ലീറ്റ് ആ സ്പേസ് ആ ഒരു ഫോർമാറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ എവിടെയാണോ ഡാറ്റ ആ റിസൾട്ട് ജനറേറ്റ് ചെയ്യേണ്ടത് അവിടെ കേഴ്സർ പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഇവിടെ തന്നെ കാണാൻ പറ്റും നമ്മുടെ ഈ ഡാറ്റ എന്നുള്ള നമ്മുടെ ടാബ് ഉണ്ടാവും. സോറി കേട്ടോ, അവിടെ ഡാറ്റ കൺസോളിഡേഷൻ എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാവും. കൺസോളിഡേറ്റ് എന്നുണ്ട്. ഓക്കെ, ഈ ഡാറ്റ ടൂൾസിൻ്റെ ഉണ്ടല്ലോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് ഇവിടെ അപ്പിയർ ചെയ്തു. സോ ഇവിടെ വേണ്ടത് നിങ്ങൾക്ക് സം ഫംഗ്ഷനാണ്. ഇവിടെ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഡാറ്റ കൺസോളിഡേഷന് 99% ആൾക്കാർ ഉപയോഗിക്കുക സം ആണ്, ടോട്ടൽ കിട്ടാൻ സം ഉപയോഗിച്ചു. ഇനി റെഫറൻസ്, അതായത് റെഫറൻസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് എവിടെ നിന്നൊക്കെയാണോ ഡാറ്റ പിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ആ ഡാറ്റ ഞാൻ അപ്പാരോ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് നോർത്ത് എടുത്തു. ഫസ്റ്റത്തെ ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. ഈ ഒരു പാറ്റേൺ ഞാൻ ടോട്ടൽ സെലക്ട് ചെയ്തിട്ടില്ല, കാരണം നമുക്കത് ഓട്ടോമാറ്റിക്കലി ഓൾട്ട് ഈക്വൽ ടു വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഡൗൺ ആരോ. സോ ഇത് സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ബക്കറ്റിലേക്ക് ഓൾ റെഫറൻസിൽ ഈ ഒരു ബക്കറ്റ് സ്പേസിലേക്ക് ഇട്ടിട്ടില്ല, ആഡ് ചെയ്തു. ഇപ്പം ഇത് ആഡ് ചെയ്ത് വന്നു. ഈ നെക്സ്റ്റ് അപ്പാരോ ക്ലിക്ക് ചെയ്തു, സൗത്ത് എടുത്തു, സെലക്ട് ചെയ്തു, ഡൗൺ ആരോ, ആഡ്. ഇപ്പം നോർത്തും വന്നു, സൗത്തും വന്നു. ഇവിടെ പേര് കാണാം, റൈറ്റ്?
അതിൻ്റെ റേഞ്ചും കാണാം. വീണ്ടും അപ്പാരോ ഈസ്റ്റ് എടുത്തു, കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു, ഡൗൺ ആരോ ആഡ്, ആൻഡ് അപ്പാരോ വെസ്റ്റ് എടുത്തു, കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു, ഡൗൺ ആരോ ആഡ്. ഇതിപ്പം ആഡ് ചെയ്ത് വെച്ചു, ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഈ താഴെ കാണാം ഒരു 3 സെക്ഷൻ, അതായത് യൂസ് ടാബിൾസ് ഇൻ ടോപ്പ് റോ, ലെഫ്റ്റ് റോ, ക്രിയേറ്റ് ലിങ്ക്സ് ടു സോഴ്സ് ഡാറ്റ. ടോപ്പ് റോ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ ഗ്രാൻഡ് ടോട്ടലിൽ ഈ ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുണ്ട്, ടോപ്പ് റോ ഉണ്ട്. അപ്പോൾ അതിന്റെ ഇത് ടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് ടിക്കേണ്ട എപ്പോഴാണ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോർമാറ്റ് ഒന്നും സെറ്റ് ചെയ്തില്ലെങ്കിൽ സെൽ നമ്പർ A1 വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടോപ്പ് റോ വരും, ലെഫ്റ്റ് റോ ക്ലിക്ക് അതും കൂടിയും വരും. ഇവിടെ പിന്നെ ഡ്യൂപ്ലിക്കേഷൻ ആവും, അതുകൊണ്ടാണ് ഞാൻ ടിക്ക് ചെയ്യാത്തത്. ഇത് ഞാൻ നെക്സ്റ്റ് ഇതിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പം കൺഫ്യൂഷൻ ആയി പോകും. ഈ ഒരു ടോപ്പിക് കഴിഞ്ഞിട്ട് അടുത്തതാണ്. ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡാറ്റ ഇവിടെ അപ്പിയർ ചെയ്തു 23,825. അതുമല്ല നമ്മൾ ഈ ഫോർമുല ബാർ ആ വാല്യൂ മാത്രം കാണിക്കുന്നത്, ഫോർമുല ഇല്ല. സോ അതുകൊണ്ട് തന്നെ നോർത്തിൽ പോയിട്ട് കംപ്ലീറ്റ് ഡാറ്റ ഡിലീറ്റ് ചെയ്താലും അത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ അത് കംപ്ലീറ്റ് ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്നു. അത് സോറി, ഈ ഗ്രാൻഡ് ടോട്ടൽ എന്നുള്ളത് ഡിലീറ്റ് ചെയ്തു. ഇവിടെ എം ടി ആണ്. സോ നേരത്തെ കാണിച്ച ഡിഫറൻസ് പറഞ്ഞുതരാം. കൺസോളിഡേഷനിൽ 3 ഓപ്ഷൻസ് ഉണ്ടല്ലോ. സോ ഇത്തരം കേസിൽ നമ്മൾ ഫോർമാറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു എനാബിളിംഗ് ഓപ്ഷൻ യൂസ് ചെയ്യാം. സോ നമ്മൾ അഫ്കോഴ്സ് നമ്മളെ ഏതൊരു ഷീറ്റിലെ ഡാറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത് A1 എന്നുള്ള സെല്ലിലാണ്, റൈറ്റ്? അവിടെ കേഴ്സർ പ്ലേസ് ചെയ്യാം, ഡാറ്റയിൽ പോവാം, കൺസോളിഡേറ്റ്. സോ ഇത് എക്സിസ്റ്റിംഗ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. കൺസോളിഡേറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഡിലീറ്റ് ചെയ്താൽ മതി. ഇനി വേറൊരു ഷീറ്റിലേക്ക് എടുക്കുന്നു. ഇവിടെ കഴ്സർ പ്ലേസ് ചെയ്തു, ശേഷം കൺസോളിഡേറ്റ്, അപ്പാരോ നോർത്ത് എടുക്കുന്നു, കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു, ഡൗൺ ആരോ ആഡ് ചെയ്തു, വീണ്ടും അപ്പാരോ സൗത്ത് എടുക്കുന്നു, കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു, ഡൗൺ ആരോ ആഡ് ചെയ്തു, അപ്പാരോ ഈസ്റ്റ് എടുക്കുന്നു, കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു, ഡൗൺ ആരോ ആഡ് ചെയ്യുന്നു, വീണ്ടും അപ്പാരോ വെസ്റ്റ് എടുക്കുന്നു, കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യുന്നു, ഡൗൺ ആരോ ആഡ് ചെയ്യുന്നു, ടോപ്പ് റോസ് സോറി വെയിറ്റ് version directions. Consolidate, അപ്പാരോ. ഇവിടെ നമ്മൾ നേരത്തെ ഫോമാറ്റ് സെറ്റ് ചെയ്ത് വെച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. ഈ കേസിലാണ് ഈ ഫോമാറ്റ് എം ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ എടുക്കും, കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു, ഡൗൺ ഇട്ടു, ആഡ് ചെയ്തു, അപ്പാരോ കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു, ഡൗൺ ആരോ ആഡ് ചെയ്തു, സോറി അൽഫാൻ കുറച്ച് സ്ലോല് ചെയ്യേണ്ടി വരും, കാരണം ഇവിടെ സ്ക്രീൻ മാറുന്നില്ല. ഏത് സ്ക്രീൻ മാറുന്നില്ല? ഈ എക്സൽ ഷീറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് മാറുന്ന ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ സ്ക്രീൻ ഒരു അതേ സ്റ്റിക്ക് ആയിട്ട് തന്നെ നിൽക്കുന്നത്, സ്റ്റില്ലായിട്ട്. ഓക്കെ 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 ഫൈൻ. ഇപ്പൊ സ്ക്രീന് കാണുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, പക്ഷെ ഫാസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ മാറ്റുന്ന അതേ സമയത്ത് ഇവിടെ മാറാത്തോണ്ട് സ്ലോ ആവുന്നുണ്ടല്ലേ? അതെ, അതേ സമയത്ത് ആവുമ്പോഴേ ക്ലിയർ ആവുള്ളല്ലോ. ഓക്കെ.
സോ ഇവിടെ ഫോർമാറ്റ് സെറ്റ് ചെയ്ത് വെച്ചു. നേരത്തെ കാണിച്ചത് ലിങ്ക് ഇല്ലാത്തതാണ്. അതായത് നമ്മുടെ സ്റ്റാറ്റിക് ആയി നമ്മൾ ഇപ്പൊ ഡൈനാമിക് ആയിട്ട് മാറുന്നുണ്ടെങ്കിലാണ് നമ്മൾ Q1 അവിടെ സെലക്ട് ചെയ്തു, ശേഷം കൺസോളിഡേറ്റ് ക്ലിക്ക് ചെയ്തു, സം അപ്പാരോ നോർത്തിൽ പോകുന്നു, കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു, അതായത് നമ്മുടെ ഈ ഒരു വാല്യൂസ് ഡൗൺ ആരോ ആഡ് ചെയ്യുന്നു, നെക്സ്റ്റ് അപ്പാരോ സെലക്ട് ചെയ്യുന്നു, സൗത്തിൽ ഡൗൺ ആരോ ആഡ് ആൻഡ് അപ്പാരോ വീണ്ടും സെലക്ട് ചെയ്യുന്നു, ഈസ്റ്റ് സെലക്ട് ചെയ്തു, കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു, ഡൗൺ ആരോ ആഡ് ആൻഡ് വീണ്ടും സെലക്ട് ചെയ്യുന്നു, വെസ്റ്റ് സെലക്ട് ചെയ്തു, കംപ്ലീറ്റ് റേഞ്ച് സെലക്ട് ചെയ്തു, ഡൗൺ ആരോ ആഡ്. അതിനുശേഷം ഇവിടെ കാണാം ടോപ്പ് റോ ആൻഡ് ലെഫ്റ്റ് കോളം, അതായത് നമ്മുടെ ഈ കോളത്തിന്റെ ഹെഡിങ്ങിനെ സൂചിപ്പിക്കുന്നത്. ഞാൻ ഇൻ കേസ് നേരത്തെ കാണിച്ചത് സ്റ്റാറ്റിക് ആയിരുന്നു, ഞാൻ ഡൈനാമിക് ആവണം, അതായത് ഓട്ടോമാറ്റിക്കലി ഇവിടെ മാറുന്നതനുസരിച്ച് മാറും വേണം. അതുപോലെ തന്നെ നമുക്കത് ഈ ഫാൻഡ എന്നുള്ളതിന്റെ ഓവറോൾ ഒരു സബ് ടോട്ടൽ വ്യൂ കിട്ടും വേണം. സോ അതുകൊണ്ട് ക്രിയേറ്റ് ലിങ്ക്സ് ടു സോഴ്സ് ഡാറ്റ ദിസ് ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. സോ ഓക്കെ പ്രസ് ചെയ്യുന്നത് തന്നെ ഇവിടെ അഡീഷണലി ഞാൻ പ്രീവിയസ് ടോപ്പിൽ കാണിച്ച പോലെ തന്നെ 2 1 2 എന്നുള്ളത് കാണാൻ പറ്റും, റൈറ്റ്? കൂടെ തന്നെ പ്ലസ്. സോ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഈ ഫാൻഡ എന്നുള്ളതിന്റെ ഓവറോൾ വാല്യൂ ആണ് ഇവിടെ ഉള്ളത്. സോ ഈ ഓവറോൾ വാല്യൂ ഈ 4 ഷീറ്റിൽ നിന്നാണ് ഉള്ളത്. സോ ആ 4 ഷീറ്റിന്റെ വാല്യൂ നമ്മൾ മാനുവലി പോകാണ്ട് ഈ ഒരു ഗ്രാൻഡ് ടോട്ടൽ അകത്ത് നിന്നുകൊണ്ട് അങ്ങനെ വ്യൂ ചെയ്യാന്നുള്ളതാണ് പ്ലസ് ഉള്ളത്. സോ ഈ ഫാൻഡിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 4 ഷീറ്റിലെ ഡാറ്റ ഇവിടെ കാണാൻ പറ്റും, Q1 2 3 4 എന്നുള്ള. സോ ഇതാണ് ഓവറോൾ. അപ്പോൾ ഈ നോർത്തിലുള്ള ഡാറ്റ ഞാൻ 2 ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവിടെ ഇമ്പാക്റ്റ്. സോ അതുപോലെ തന്നെ സോ ഇവിടെ ഫാൻഡ സ്പ്രൈറ്റ് ആണ് ഇവിടെ ഡിലീറ്റ് ചെയ്തത്. സോ ഫാൻഡിന്റെ ഓൾറെഡി ഇനി ഇൻ കേസ് നിങ്ങൾക്കാണെങ്കിൽ ഒരു 10 ഷീറ്റ് ഉണ്ട്, പക്ഷെ എല്ലാ ഷീറ്റിന്റെ ഡാറ്റ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല. സോ അതുകൊണ്ട് നമുക്കൊരു വേറെ മെത്തേഡ് ഉണ്ട്, വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയും. അതായത് സ്പെസിഫിക് ടേം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡാറ്റ പിക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആ ഒരു ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു നോർത്ത്, ഞാൻ അവിടെ സെയിൽസ് എന്നുള്ളൊരു കോമൺ വേർഡ് ഉപയോഗിക്കുന്നു, സെയിൽസ്. അതുപോലെ തന്നെ ഈസ്റ്റ് ഇവിടെ സെയിൽസ് മാത്രം ഇവിടെ ഉപയോഗിക്കുന്നു, സെയിൽസ്. അത് ഫ്രണ്ടിലോ അല്ലെങ്കിൽ അതിന് ശേഷം കൊടുക്കാം. സെയിൽസ് ഇവിടെ ഫ്രണ്ടിലാണ് തൽക്കാലം കൊടുത്തത്, കോമൺ ടേം എന്നുള്ളതിൽ. ഓക്കെ, ഇനി ഷീറ്റ് 3 ഇത് ഗ്രാൻഡ് ടോട്ടൽ ആണ് ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഗ്രാൻഡ് ടോട്ടൽ. സോ ഇവിടെ ഇനി എനിക്ക് എല്ലാ ഷീറ്റിലും ആൻഡ് ഒരു ആസ്ട്രിക് സൈൻ ഉണ്ട്, റൈറ്റ്? അത് ഷിഫ്റ്റ് 8 എന്നൊക്കെ പറ്റും. സ്റ്റാർ നമ്മൾ യൂസ് ചെയ്യാൻ പറയാറ് ആസ്ട്രിക് സൈൻ ആണ്. ശേഷം ആ ഒരു സ്പെസിഫിക് വേർഡ് ഉണ്ടല്ലോ, സെയിൽസ് ആണ്, റൈറ്റ്? സെയിൽസ്. വീണ്ടും ആസ്ട്രിക് സൈൻ, ആ ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ഷിറോസ് അവസാനത്തേക്ക് വെച്ചാൽ മതി ക്വസ്റ്റ്യൻ. ഷിറോസ് ഭായ് നേരത്തെ ഇല്ലായിരുന്നു, നമ്മൾ ഇനീഷ്യലി പറഞ്ഞു. ഷിറോസ് ഭായ് ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മുടെ ഡൗട്ട് സെഷന് പേഴ്സണലി ഇന്ററാക്ട് ചെയ്യാന്നുള്ളത്. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ കണക്ട് ചെയ്താൽ മതിയല്ലേ, നമുക്ക് വേണമെങ്കിൽ സെഷൻ വർക്ക് അതിനെ കുറിച്ചിട്ട്. ഷിറോസ് ഭായ് അല്ല, എല്ലാവർക്കും ഇത് അപ്ലിക്കബിൾ. ലാസ്റ്റിലേക്ക് വന്നാൽ മിസ്റ്റായി തോന്നി, ഇനീഷ്യലി അത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഡൗട്ട് ഉണ്ട്, ഇത് ഓൾറെഡി റെക്കോർഡഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കത് ഇന്ന് പേഴ്സണലി പിങ് ചെയ്താൽ മതി, നമുക്ക് ഡിസ്കസ് ചെയ്യാം തീർച്ചയായിട്ടും. അത് ഗൂഗിൾ മീറ്റ് വഴിയോ അല്ലെങ്കിൽ ചാറ്റിംഗ് വഴിയോ, ഇങ്ങനെയാണ്. ഓക്കെ.
ഓക്കെ, ഇനി നെക്സ്റ്റ്. ഓക്കെ, ഇത് ഞാൻ ഒന്നുകൂടി സ്ലോ ആക്കണോ? നേരത്തെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു, ഇത് പോരെ? അല്ല, റിപ്പീറ്റേഷൻ ആകുമ്പോൾ കുറച്ച് സ്പീഡായാലും കുഴപ്പമില്ല. ഇത് ഓക്കെയാണ്. കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ ടോപ്പിക് 2-3 പ്രാവശ്യം പറഞ്ഞുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ സ്പീഡാക്കിയത്. അതർവൈസ് ഓക്കെ, നിങ്ങൾ ആദ്യത്തെ സ്പീഡ് ഓക്കെ ഓക്കെ ഇതേ സ്പീഡ് കണ്ടു. ഓക്കെ, നെക്സ്റ്റ് ഡാറ്റ വാലിഡേഷൻസ് ടൂൾസ്. ചെറിയൊരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് ഓപ്പൺ ചെയ്യാം. ഒരു മിനിറ്റ് ഓപ്പൺ ചെയ്യട്ടെ. യെസ്, ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് ഓപ്പൺ ആവുന്നുള്ളൂ, കുറച്ച് സ്ലോ ആണ്. ഓക്കെ, കാണുന്നില്ലല്ലേ? റൈറ്റ്, സ്ക്രീൻ കാണുന്നില്ലല്ലേ? കാണുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. സോ ഡാറ്റ വാലിഡേഷൻ എന്നുള്ളത് നമ്മൾ വാലിഡേറ്റ് ചെയ്യുക, ഒരു പർട്ടിക്കുലർ റെസ്ട്രിക്ഷൻസ് കണ്ടീഷൻസ് കൊടുത്തിട്ട് ഒരു സെല്ലോ ലിസ്റ്റ് ഓഫ് റേഞ്ചോ വാലിഡേറ്റ് ചെയ്യുന്നതാണ് മെയിനായിട്ട് ഈ ഡാറ്റ വാലിഡേഷൻ ഉപയോഗിക്കുന്നത്. സോ അതിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ ഒരു ചെറിയ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് കാണിച്ചു തരാം. സോ നമുക്ക് പല രീതിയിലും ഡാറ്റ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ടൂൾസിന് വേണ്ടിയിട്ട് നമുക്ക് ഡാറ്റ എന്ന ടാബിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഡാറ്റ ടൂൾസ് എന്ന കാറ്റഗറി തന്നെ കാണാൻ പറ്റും ഡാറ്റ വാലിഡേഷൻസ്. സോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഇവിടെ കാണാം സെറ്റിംഗ്സ്, ഇൻപുട്ട് മെസ്സേജ്, എറർ അലേർട്ട്. ഇത് മൂന്നെണ്ണം എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കണ്ടീഷൻസ്, നമ്മളിപ്പം ഡാറ്റ വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ടാവും. ആ ലിസ്റ്റ് ഓഫ് കണ്ടീഷൻസ് ആണ് ലിസ്റ്റ് ഔട്ട് ചെയ്തത്, ഇവിടെ ജനറേറ്റ് ചെയ്തത്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത് ഷീറ്റിൽ. അത് കൂടാണ്ട് നമുക്ക് മാനുവലി സം ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. കസ്റ്റംസ് എന്ന ക്ലിക്ക് ഉപയോഗിച്ചിട്ട്, ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിത് ജസ്റ്റ് 1 by 1 ഒരു എങ്ങനെയാണുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഹോൾ നമ്പർ ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ ഈ കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്ത ലിസ്റ്റ് ഓഫ് റേഞ്ച് ഇവിടെ ഞാൻ റെസ്ട്രിക്ട് ചെയ്യാണ് ഇന്ന നമ്പേഴ്സ് വരെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ടെക്സ്റ്റ് അല്ല, നമ്പേഴ്സ്. അത്തരം കേസിൽ ആ ഒരു പർട്ടിക്കുലർ റേഞ്ച് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, ഡാറ്റ പോവാം. ശേഷം ഡാറ്റ വാലിഡേഷൻസ്, സെറ്റിംഗ്സ്, ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുക. ഇത് എക്സൽ ഓൾറെഡി പ്രീ ബിൽഡ് ചെയ്ത കണ്ടീഷൻസിൽ വാലിഡേഷൻ ആണ്. നമുക്ക് വേണമെങ്കിൽ കസ്റ്റംസ് ക്ലിക്ക് ചെയ്യാം. സോ ഈ ഒരു കേസിൽ നമ്മൾ ഈ ഒരു കണ്ടീഷൻസ് എക്സൽ ഓൾറെഡി തന്നിട്ടുണ്ട്, വോൾ നമ്പർ എന്നുള്ള ഓപ്ഷൻ, റൈറ്റ്. ആ നമ്പേഴ്സ് റെസ്റ്റ് ചെയ്യാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഡാറ്റ ബിറ്റ്വീൻ സെലക്ട് ചെയ്തു. എനിക്കിവിടെ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ എനിക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റേണ്ടത് 3 തൊട്ടിട്ട് 25 വരെയാണ് നമ്പേഴ്സ്. അപ്പോൾ ആ പർട്ടിക്കുലർ ഡേറ്റ് ആ റേഞ്ച് സെലക്ട് ചെയ്ത് വെച്ചു, ഓക്കെ പ്രസ് ചെയ്തു. പിന്നെ ഈ റേഞ്ചിൽ ഞാൻ ജസ്റ്റ് ഒന്ന് 3 ഇൻസേർട്ട് ചെയ്തു, 25, 6, 26 എറർ വന്നു. സോ ഈ ഒരു എറർ, ഈ ഒരു സ്റ്റോപ്പ് മെസ്സേജ് എക്സൽ തരുന്ന മെസ്സേജ് ആണ്. നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും, അത് നമുക്ക് നോക്കാം. എഗെയിൻ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചത് ഈ ഒരു പർട്ടിക്കുലർ റേഞ്ച് മാത്രമാണ്. ഇനി 1 ഇൻസെർട്ട് ചെയ്യാം ഇല്ല, കാരണം നമ്മൾ സെറ്റ് ചെയ്തത് 3 തൊട്ടിട്ട് 25 വരെയാണ്. സോ ഇതുവരെ ഇനി 4 അടിച്ചു, യെസ് ആക്സെപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് 26 ആക്സെപ്റ്റ് ചെയ്തു. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഇതുവരെ ഞാൻ റേഞ്ച് സെലക്ട് ചെയ്തിട്ടില്ല, ഇതുവരെ സെലക്ട് ചെയ്തത്, റൈറ്റ്. അതുകൊണ്ടാണ് ഐ ഹോൾ നമ്പർ എന്നുള്ള സെക്ഷനിൽ ഈ ഒരു വാലിഡേഷൻ അപ്ലിക്കബിൾ ആയത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എറർ മെസ്സേജ് അതും കൂടി ഈ ഒരു ഹോൾ നമ്പർ ഉപയോഗിച്ചിട്ട് എങ്ങനെയുള്ളത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ വളരെ എളുപ്പമായിരിക്കും നമുക്ക് തോന്നും. ഓക്കെ, സോ ഇവിടെ വളരെ റെസ്ട്രിക്ട് ചെയ്തു.
സോ ഇനി ആ ഒരു പർട്ടിക്കുലർ സംഭവം എനിക്ക് ഡിലീറ്റ് ചെയ്യണം, എനിക്ക് വേറെ ഒരു കണ്ടീഷൻ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുത്ത കണ്ടീഷന്റെ റേഞ്ച് കണ്ട് സെലക്ട് ചെയ്യുക. വീണ്ടും go to data validation ഹോൾ നമ്പർ. ആ സംഭവം റെഡിമെയ്ഡ് ആയിട്ട് ഇവിടെ ജനറേറ്റ് ചെയ്തത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. അതിന് പകരം നമുക്കൊരു എറർ, നമുക്കൊന്ന് ഒരു എറർ അലേർട്ട് ഉണ്ടല്ലോ, നമ്മൾ ഇൻകറക്റ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക്, ഞാൻ ഈ സെക്കൻഡ് ഞാനിത് പറഞ്ഞില്ല, ഈ ഫസ്റ്റ് നമുക്ക് എറർ അലേർട്ട് എന്താ നോക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇൻകറക്റ്റ് ആണെങ്കിൽ ഇവിടെ 3 സ്റ്റൈലിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഒന്നാണെങ്കിൽ നോർമൽ സ്റ്റോപ്പിംഗ്, രണ്ടാമത്തെ വാർണിംഗ്, ഇൻഫോർമേഷൻ. 3 രീതിയാണ്, റൈറ്റ്? സ്റ്റോപ്പ് ഉദ്ദേശിച്ചത് നമുക്ക് എങ്ങനെ കളിച്ചിട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. മറ്റേത് വാർണിംഗ് ആണ്, മറ്റേത് ഇൻഫോർമേഷൻ ആണ്. മറ്റേ എനേബിൾ ചെയ്യും, പക്ഷേ സ്റ്റോപ്പ് ഉള്ളത് എങ്ങനെ കളിച്ചാൻ പറ്റില്ല. അപ്പൊ സ്റ്റോപ്പ് ഞാൻ ക്ലിക്ക് ചെയ്തു. സ്റ്റോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സൽ തന്നെ ഒരു മെസ്സേജ് ആണ്, അത് എനിക്ക് ആവശ്യമില്ല. സോ അതിന് പകരം എനിക്ക് വേറൊരു ടൈറ്റിലും അതിന്റെ മെസ്സേജും കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ടൈറ്റിൽ ഞാൻ കൊടുത്താണ്, ഞാൻ സ്റ്റോപ്പ് തന്നെ ഇവിടെ കൊടുത്തു. അതുപോലെ തന്നെ സോറി you can't enter it, ചുമ്മാ കൊടുത്തു. ഇനി ഓക്കെ പ്രസ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് 3 ഇവിടെ ഇൻസേർട്ട് ചെയ്തു. ഇനി ഇവിടെ 30 കൊടുക്കുന്നു. സി സ്റ്റോപ്പ്, സോറി യു കാൻ എൻ്റർ ഇറ്റ്. ഇത് മെയിൻ ആയിട്ട് ഈ ഡാറ്റ വാലിഡേഷൻ ഇത്രയും കേസ് എന്തിനാ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സീനിയർ ലെവൽ വർക്ക് ചെയ്യാൻ നമ്മളൊരു പുതിയൊരാളെ നമ്മൾ ഓഫീസിൽ ജോയിൻ ചെയ്തു, അതായത് കൊളീഗേറ്റ്. അപ്പോൾ മൂപ്പർക്ക് എന്തെങ്കിലും പറയാം, ഒരു ഡാറ്റാൻ്റെ ഒരു ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം, കുറച്ച് കണ്ടീഷൻ വെച്ചിട്ട് നമ്പർ ഇത്ര പറ്റുള്ളൂ, അല്ലെങ്കിൽ സീരിയൽ നമ്പർ, പ്രോഡക്റ്റ് ഐ ഡി ഇത്ര ഇത് പറ്റുള്ളൂ, ലെങ്ത്, അതായത് നെക്സ്റ്റ് വരുന്നുണ്ട് ടെക്സ്റ്റ് ലെങ്ത് ഒക്കെ. സോ അങ്ങനെയാണെങ്കിൽ മൂപ്പർ അറിയാണ്ട് ടൈപ്പ് ചെയ്ത് പോകുന്ന മുന്നേ വേണമെങ്കിൽ മൂപ്പറെ പേര് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, റൈറ്റ്? നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ സ്റ്റോപ്പ് എന്നുള്ളത്. ഈ നെക്സ്റ്റ് നമുക്ക് വാർണിംഗ് എന്താണെന്ന് നോക്കാം. വാർണിംഗ് പിന്നെ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, സ്റ്റോപ്പ് ആണ് ഉള്ളത്. നെക്സ്റ്റ് വീണ്ടും ഞാൻ ആ റേഞ്ച് സെലക്ട് ചെയ്തു. ഡാറ്റ വാലിഡേഷൻ, സ്റ്റോപ്പിന് പകരം വാർണിംഗ് കൊടുത്തു. FYI ഫോർ യുവർ ഇൻഫർമേഷൻ. സോ അതിന്റെ ഐക്കൺ ഇവിടെ മാറി, റൈറ്റ്? സോറി യു കാൻ എൻ്റർ ഇറ്റ്, അത് തന്നെ കൊടുത്തു. അത് ഞാൻ മാറ്റുന്നില്ല. ഓക്കെ പ്രസ് ചെയ്തു. ഇനി അവിടെ 40 കൊടുക്കുന്നു. സോറി യു കാൻ എൻ്റർ ഇറ്റ്. വാർണിംഗ് ഉദ്ദേശിക്കുന്നത് ഒരു ഓപ്ഷൻ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാ, അല്ലെങ്കിൽ വേണ്ട. സോ ഈ ഒരു കേസിൽ യു വാണ്ട് ടു കണ്ടിന്യൂ ഇറ്റ്, എനിക്ക് കണ്ടിന്യൂ ചെയ്യണം. യെസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തു, സെല്ലിൽ കണ്ടില്ലേ. ഈ നെക്സ്റ്റ് ഞാൻ 100 കൊടുത്തു. യു വാണ്ട് ടു കണ്ടിന്യൂ, നോ, കാരണം അത് വീണ്ടും അവിടെ എഡിറ്റ് മോഡിലേക്ക് വന്നു. നമുക്ക് വീണ്ടും ഞാൻ എന്താക്കി, ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടീഷൻ 8 കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്തു. അതാണ് സ്റ്റോപ്പ് വാർണിംഗ്. നെക്സ്റ്റ് ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. സെയിം ഡാറ്റ സെലക്ട് ചെയ്തു, റേഞ്ച്, ശേഷം ഡാറ്റ വാലിഡേഷൻ, ഇൻഫർമേഷൻ, ഫോർ യുവർ ഇൻഫർമേഷൻ കൊടുത്തു. സെയിം സംഭവം, വീണ്ടും ഇവിടെ ഐക്കൺ മാറി, റൈറ്റ്? ഓക്കെ പ്രസ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ 3 ഇട്ടു. നെക്സ്റ്റ് ഞാൻ 100 ഇട്ടു. സോറി യു കാൻ എൻ്റർ ഇറ്റ്. നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, ഇൻഫർമേഷൻ ആണ് ഇത്. സ്റ്റോപ്പും അതുപോലെ തന്നെ ഇൻഫർമേഷനും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. മറ്റേത് ഓപ്ഷനാണ്, വാർണിംഗ് തന്നുകൊണ്ടുള്ളൊരു മെസ്സേജ് ആണ്. അപ്പം നമുക്ക് ഇപ്പം ഇതൊരു എടുത്തതിൽ, ഐ മീൻ ഈ ഒരു പർട്ടിക്കുലർ ഹോൾ നമ്പർ വാലിഡേഷൻ എടുത്തതിൽ നമുക്ക് മനസ്സിലായത് എറർ അലേർട്ട് എന്താണെന്ന് സെറ്റ് ചെയ്ത് നോക്കാൻ മനസ്സിലായി. ഇനി ഇൻപുട്ട് മെസ്സേജ്, അതായത് ഇതൊരു അലേർട്ടുമായിട്ട് നമുക്കൊരു മെസ്സേജുമായി അവിടെ പോപ്പപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ അതായത് നമ്മൾ ഈ ഒരു വാലിഡേഷൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഓക്കെ നമുക്ക് എറർ അലേർട്ട് വരും. പക്ഷെ ഈ ഒരു കേസ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ടൈറ്റിൽ ഞാൻ കൊടുക്കുകയാണ്, ഫോർ യുവർ ഇൻഫർമേഷൻ. നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയാണ്, ഇൻപുട്ട് മെസ്സേജ്. Insert the number between 3 to 25. ഓക്കെ പ്രസ് ചെയ്തു. ഇനി ഞാനൊരു പർട്ടിക്കുലർ സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇൻഫർമേഷൻ മായിലൂടെ ഇങ്ങനെ വന്നുകൊണ്ട് വെക്കും. പക്ഷെ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. അങ്ങനെ ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, എല്ലാ സെല്ലിലും കവർ ചെയ്തുകൊണ്ട്, റൈറ്റ്? സോ അത് ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തന്നത് മാത്രം എന്താണെന്നുള്ളത്, ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി വേണമെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ജസ്റ്റ് ക്ലിയർ ഓൾ കൊടുക്കുന്നു, നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്താൽ മതി. സോ ഇതാണ് നമ്മുടെ ഹോൾ നമ്പർ. ഈ നെക്സ്റ്റ് നമുക്ക് ലെങ്ത്തിന്റെ നോക്കാം. ലെങ്ത്തിന്റെ റേഞ്ച് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു. സെയിം ലോജിക് എന്നാണ്. ഡാറ്റ വാലിഡേഷൻ, സെറ്റിംഗ്സ്,
ടെക്സ്റ്റ് ലെങ്ത് ബിറ്റ്വീൻ, അതായത് ടെക്സ്റ്റ് ലെങ്ത്. ഫോർ എക്സാമ്പിൾ ഹായ് എന്നുള്ളത് HI 2 വേർഡാണ്, ഹായ് സാർ എന്നുള്ളത് 5 വേർഡാണ്, റൈറ്റ്? ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ മിനിമം 2 മാക്സിമം 4 കൊടുക്കുന്നു. ഓക്കെ, പ്രസ് ചെയ്തു. സോ ഇവിടെ ഇപ്പൊ ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ലെങ്ത്തിൽ ഒരൊറ്റ വേർഡാണ് ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എക്സലിന്റെ റെഡിമെയ്ഡ് അലേർട്ട് വന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതെന്തുകൊണ്ട് ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിനല്ലേ? കാരണം ഓരോ വാലിഡേഷനും ഓരോ ഇതാ കൊടുക്കുന്നത്, അതായത് എറർ അലേർട്ട്. പക്ഷെ ഈ ഒരു ഇതിന് ഞാൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് വരാത്തത്. ഓക്കെ, സോ അതുകൊണ്ടാണ് എക്സലിന്റെ റെഡിമെയ്ഡ് ആ സ്റ്റോപ്പ് മെസ്സേജിന്റെ ആ ഒരു ഇത് വന്നു, സെന്റൻസ് വന്നത്. ഇതിന് ശേഷം ഞാൻ AA ആക്സെപ്റ്റ് ചെയ്തു, ABC ആക്സെപ്റ്റ് ചെയ്തു, ABCDE എൻ്റർ ചെയ്തു. കാരണം നമ്മൾ 4 സെറ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ ഒരു എറർ അലേർട്ടും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഇൻഫർമേഷൻ പാസേജ് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. കാരണം വളരെ സിമ്പിൾ ആണ് അത് കാണിച്ചു തന്നത്, സെയിം ലോജിക്കിന് അപ്ഡേറ്റ്. ഇനി ഡേറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ? ഡേറ്റ് ഒക്കെ അധികം ഈ ഒരു വാലിഡേഷനിൽ വരുന്ന അധികം ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്, വാലിഡേറ്റ് ചെയ്യുക. കാരണം ഇൻകറക്റ്റ് ഡേറ്റ് അടിച്ചു പോകണ്ടെന്ന് വെച്ചിട്ട്. സോ ആ ഒരു ഡേറ്റ് ഫോർ എക്സാമ്പിൾ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ശേഷം വീണ്ടും ഡാറ്റ വാലിഡേഷൻസ്. ഇവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇവിടെ എന്താ ഡേറ്റ് ആണ്. സോ ബിറ്റ്വീൻ, സോ നമുക്ക് ഇന്നത്തെ ഡേറ്റ്, നമുക്ക് ഡേറ്റ് ഇൻസേർട്ട് ചെയ്യേണ്ട ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ സെമിക്കോളം. ഓക്കെ, കൺട്രോൾ സെമിക്കോളം ഇൻസേർട്ട് ചെയ്താൽ മതി. ഇന്നത്തെ ഡേറ്റ് ഉദ്ദേശിച്ചത് നമ്മുടെ സിസ്റ്റത്തിലെ ഡേറ്റ് ആണ്. കാരണം ഇന്നത്തെ ഡേറ്റ് ഇവിടെ പോപ്പ് ചെയ്തു. ഈ എൻഡ് ഡേറ്റ് കൺട്രോൾ സെമിക്കോളം ഇൻസേർട്ട് ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. 7 ഉള്ളത് ഞാൻ 10 ആക്കി, അല്ലെങ്കിൽ 12 ആക്കി, ഒരു 5 days ബിറ്റ്വീൻ ഉള്ളത് മാത്രം ആക്കി വെച്ചു. ഓക്കെ, ശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. ഞാൻ അന്നത്തെ ഡേറ്റ് ഇവിടെ ഇൻസേർട്ട് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു, ഇതും അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തുകൊണ്ട് 8 ആക്കി അക്സെപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ 25 ആക്കുന്നു, റെസ്ട്രിക്ട് ചെയ്തു. കാരണം നമ്മൾ ഡേറ്റ് വാലിഡേഷൻ 5 days ആണ്, 7 to 12 ആ ഡേറ്റ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ അത് എററായിട്ട് വന്നു. ബൈ ഡീഫോൾട്ട് എക്സൽ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു അലേർട്ട് മെസ്സേജ് ആണ് കൂടെ തന്നെ ഫസ്റ്റ് ആയിട്ട് വരുന്നത് സ്റ്റോപ്പ് ആണ്, അതുകൊണ്ട് അത് കാണിച്ചത്. ഓക്കെ, സോ അതാണ്. ഇനി ഈ ഒരു ടെക്സ്റ്റ് ലെങ്ത്തിന് പുറമെ ഏറ്റവും ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ഉപയോഗിച്ച ആൾക്കാർ മെജോറിറ്റി ഇതിലുണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഇപ്പോഴും കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ടാവും, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്താണെന്നുള്ളത് ഇങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ബേസിക് സംഭവമാണ്, പക്ഷേ വളരെ ഉപകരിക്കുന്നത്. VLOOKUP ആയിട്ട് നമുക്ക് കോമ്പിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു ആപ്ലിക്കേഷനൊക്കെ എക്സലൊക്കെ ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കുറച്ച് എംപ്ലോയീസിന്റെ പേര് ഞാനിവിടെ എനിക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് തരുന്നു. അതായത് ആ ഒരു ഫോർമാറ്റ് ഒന്ന് തെറ്റരുത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ മാനുവലി എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മുഹമ്മദ്, ഇപ്പോൾ ഒരു പക്ഷേ നെക്സ്റ്റ് ഡേ എന്ത് തിരക്കിലേക്കാണെങ്കിൽ ഒരു M മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കംപ്ലീറ്റ് ഫോർമാറ്റിന്റെ മാറിപ്പോകും. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു പ്രീ ബിൽഡ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യുന്ന രീതിയിൽ ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ വെച്ചിട്ട് അത് ബിൽഡപ്പ് ചെയ്യാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ ഈ കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു, അത് ഈ റേഞ്ച് സെലക്ട് ചെയ്തു. സോ ഈ ഒരു ഏരിയയിലാണ് എനിക്ക് ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരേണ്ടത്. സോ ഫോർ എക്സാമ്പിൾ ഡാറ്റ വാലിഡേഷൻ, സോ സെറ്റിംഗ്സ്. സോ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അലോയിൻ്റെ ആയിട്ടുള്ള ലിസ്റ്റ് എന്നുണ്ടാവും. കാരണം ലിസ്റ്റ് ആണ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ഇടാം. സോ നമുക്കൊരു ചെറിയൊരു ഡാറ്റ എനിക്ക് വേണ്ടത്, അതായത് എനിക്ക് ആകെ ഒരു 5 എംപ്ലോയി ഉണ്ട് എൻ്റെ ഓഫീസിൽ, ABCDE. സോ അത്രയും കേസിൽ എനിക്ക് ഇവിടെ ആ ലിസ്റ്റ് ഇവിടെ മാനുവലി എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. A കഴിഞ്ഞിട്ട് കോമ B, C, D, E. ഓക്കെ, ഇനി ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ഒരു ഐക്കൺ കണ്ടില്ല, നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, റൈറ്റ്? ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ആ 3 ആൾക്കാരുടെ പേര് വന്നു. അപ്പം അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഒരു മാനുവൽ എൻ്റർ ചെയ്തിട്ടുള്ള ഇന്റർവെൻഷൻ വരാനുള്ള ചാൻസ് അവിടെ വളരെ കുറവാണ്. ഇവിടെയും കാണാം ഡ്രോപ്പ് ആയി, പക്ഷെ നെക്സ്റ്റ് ഇവിടെ കാണുന്നില്ല. കാരണം ആ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്ത് അവിടെയൊക്കെ വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തു, B സെലക്ട് ചെയ്തു, A സെലക്ട് ചെയ്തു. ഇനി ഈവൻ ബൈ മിസ്റ്റേക്ക്ലി നമ്മൾ F ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയാലും ആക്സെപ്റ്റ് ചെയ്യില്ല, കാരണം ആ സെയിം എറർ അലേർട്ട് വന്നു, റൈറ്റ്? അതായത് സ്റ്റോപ്പ് മെസ്സേജിന്റെ ഓപ്ഷൻ വന്നു, ചെയ്യാൻ പറ്റില്ല. കാരണം അത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചതാ. ഇത് നമ്മൾ വളരെ ഒരു ചുരുങ്ങിയ ഒരു എന്തെങ്കിലും പറയാ, നമ്മുടെ ഒരു ലിസ്റ്റ്, എസ്പെഷ്യലി നമ്മളൊരു
ഒരു 5-8 സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ വരുന്ന പ്രൊഡക്റ്റ് ഒക്കെ വളരെ കുറവ് വരാൻ ഒരു 10 ഓക്കെ നമുക്ക് മാനുവലി അവിടെ തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഇൻ കേസ് ഒരു വലിയ ലോങ് ലിസ്റ്റ് ആണെങ്കിലോ, അതായത് ഒരു 10 ലക്ഷം എംപ്ലോയീസിന്റെ ഒക്കെ ആണെങ്കിലോ, സോ ജസ്റ്റ് അസ്യൂം ചെയ്യാം ഇവിടെ ABCDE ഇതൊരു ഓൾമോസ്റ്റ് ഒരു 10 lakhs എംപ്ലോയീസ് ലിസ്റ്റ് ഉണ്ട് വിചാരിക്കാം. അത്തരം കേസിൽ ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, അതായത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എവിടെ വേണ്ടതുള്ളത്. സെയിം വേ ഡാറ്റ വാലിഡേഷൻ എനി വാല്യൂസിൻ്റെ കൂടെ ലിസ്റ്റ് സെലക്ട് ചെയ്യുക. മാനുവൽ എൻ്റർ ചെയ്യുന്ന പകരം അപ്പാരോ, ഈ അപ്പാരോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റേഞ്ച് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഡാറ്റ കൺസോളിഡേഷൻ ക്ലിക്ക് ചെയ്തു, ആ റേഞ്ച് കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, ഡൗൺ ആരോ ഓക്കെ പ്രസ് ചെയ്തു. സെയിം വേ ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എപ്പോഴും സെയിം ഷീറ്റിൽ തന്നെ നമ്മൾ ഹൈഡ് ചെയ്തത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതൊക്കെ ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ ഇത് വീണ്ടും ഇത് ഹൈഡ് ചെയ്യാൻ വേണ്ടി പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ഷീറ്റിന് അഡീഷണൽ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി. കാരണം കംപ്ലീറ്റ് ഈ ലിസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇതിനെ കുറിച്ചിട്ടാണ്, ഐ മീൻ ഈ ഒരു ലിസ്റ്റിനെ അപേക്ഷിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ബൈ മിസ്റ്റേക്ക് എൻ്റെ കൈ തട്ടിയിട്ട് ഡിലീറ്റ് ആയി പോയി. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോകും. സോ അതുകൊണ്ട് എപ്പോഴും ഇത് സെക്യൂർ ആയിക്കണമെങ്കിൽ ഒരു പുതിയ അഡീഷണൽ ഷീറ്റ് എടുക്കുക, എന്നിട്ട് ആ ഡാറ്റാബേസ് എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ലിസ്റ്റ് ഡിലീറ്റ് ചെയ്തു. നമ്മളിപ്പോ ആ ഷീറ്റിൽ നിന്നും പിന്നെ അതിനെ കട്ട് ചെയ്തിട്ട് വേറെ ഷീറ്റിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെച്ചാലും ഒന്നും സംഭവിക്കൂല, ഈ റേഞ്ച് അവിടെ നിന്ന് പിക്ക് ചെയ്തോളൂ അല്ലേ? യെസ് ഓട്ടോമാറ്റിക് പിക്ക് ചെയ്തത്. ഡിലീറ്റ് ചെയ്താൽ പോയി. ഓക്കെ, ക്ലിയർ. അതുകൊണ്ട് പിന്നെ അതുമല്ല, ഞാൻ നേരത്തെ കാണിച്ചത് ഈ ഡാറ്റ വാലിഡേഷനിൽ എന്തെങ്കിലും പറയാ, നമ്മുടെ ഒരു മിനിറ്റ് ഇവിടെ കാണുന്ന നമ്മൾ പ്രീ ബിൽഡ് ചെയ്ത സംഭവം കാണിച്ചത്. ഈ കസ്റ്റംസ് എന്നൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഉണ്ട്. ചെറിയൊരു സംഭവം കാണിച്ചത് കസ്റ്റംസിന്റെ ഒരു ഉപയോഗം എന്താണുള്ളത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരാൾക്ക് ഒരു എൻട്രി അടിക്കാൻ വേണ്ടി ഡാറ്റ എൻട്രി കൊടുക്കാൻ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു അഡീഷണൽ ഇടുന്നു, പ്രൊഡക്റ്റ് ID. ഓക്കെ, സോ ഈ ഇവിടെയാണ് എനിക്ക് ഒരാളെ ഞാൻ ഏൽപ്പിക്കാം, എൻ്റെ കൊളീഗിനെ ഏൽപ്പിക്കുകയാണ് പ്രൊഡക്റ്റ് ID ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ID ഇവിടെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് റിപ്പീറ്റ് ആയിട്ട് വരരുത്. ഇപ്പോൾ 1 ഇട്ടുണ്ടെങ്കിൽ 2 ആവണോ, വീണ്ടും 1 ആവരുത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആ ഒരു റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്? അപ്പോൾ എക്സലിലെ പ്രീ ബിൽഡ് ചെയ്ത സംഭവത്തിലില്ല, നമ്മളത് കസ്റ്റമൈസ് ചെയ്യണം. നമ്മളൊരു സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ് കൗണ്ട് ഇഫ് ഫംഗ്ഷൻസിന്റെ ഉള്ള തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ആണ് കൗണ്ട് ഇഫ് എന്നുള്ളത്, റൈറ്റ്? സോ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. സോ ആ ഒരു പർട്ടിക്കുലർ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഡാറ്റ വാലിഡേഷൻ. അത് നിങ്ങളെ പഴയ വേർഷനിൽ ചിലപ്പോൾ സപ്പോർട്ടിങ് ഇഷ്യൂ ഉണ്ടാകും, ചിലർക്ക് എറർ വരാറുണ്ട് ചില വേർഷനിൽ, പക്ഷെ അധികം സപ്പോർട്ട് ചെയ്യും. പഴയ വേർഷനിൽ 2010 മുന്നിലൊക്കെ അത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, കസ്റ്റം സെലക്ട് ചെയ്തു. കസ്റ്റം സെലക്ട് ഉടനെ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആ ഡാറ്റ ബിറ്റ്വീൻ ആയി ഇവിടെ വന്നു. കൂടെ തന്നെ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്തു. നമ്മൾ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാൻ. സോ ഈക്വൽ ടു count if open bracket അതിനുശേഷം നമ്മുടെ ഏത് റേഞ്ച് ആണുള്ളത് സെലക്ട് ചെയ്തു, ഡൗൺ ആരോ, കോമ, നമ്മുടെ അതായത് ആ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെല്ലിന്റെ റെഫറൻസ്, അതായത് F2 ചെയ്തു, ആൻഡ് ക്ലോസ് ദി ബ്രാക്കറ്റ് ആൻഡ് ഈക്വൽ ടു 1. അതായത് കൗണ്ട് ഇഫ് എന്താ ഉപയോഗിക്കുന്നത്, ഇഫ് എന്നൊക്കെ ആണെങ്കിൽ കൗണ്ട്, അതായത് റിപ്പീറ്റഡ് കൗണ്ട് ആണെങ്കിൽ ഈക്വൽ ആയിട്ട് തന്നെ കരുതുന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എറർ വരുന്നുള്ളത്. അതാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഓക്കെ, പ്രസ് ചെയ്യുന്നു. ജസ്റ്റ് 1 അടിച്ചു, 2 അടിച്ചു, 2 അടിച്ചു, സോറി, അടിച്ചു, 2, 3 and 1. ചെറിയ വരുന്നുണ്ട് അവിടെ.
bracket arrow down arrow comma F2. സോറി എറർ വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക്. അത് കിട്ടുന്നതാണ്. കസ്റ്റമൈസർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് അത് റെസ്ട്രിക്ട് ചെയ്യുന്നതാണ് അത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ഇതിലെന്തെങ്കിലും ഈ കസ്റ്റമൈസ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു കാഴ്ച അത് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കണ്ടീഷൻ വെക്കണം എന്നുണ്ടെങ്കിൽ അതെന്ത് എറർ ഉണ്ടെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് സെഷൻ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ. ഓക്കെ, ഇതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങളുണ്ടോ എന്ന് പറയും. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വയറീസ് ഈ സെഷനുമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി, ഞാൻ അൺമ്യൂട്ട് ചെയ്യാം മൈക്ക്. ഓക്കെ, ഇല്ലാതെ പ്രൊസീഡ് ചെയ്തോളൂ നെക്സ്റ്റ് സെഷനിലേക്ക്. നെക്സ്റ്റ് ഇതിലുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണ് ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡ്സ് അല്ലെങ്കിൽ MIS റിപ്പോർട്ട് എന്നുള്ളത്. ഈ MIS എന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ നമ്മൾ പഠിച്ചുള്ള കാലം +2 അതുപോലെ തന്നെ ഡിഗ്രിക്ക് പഠിക്കാനുണ്ടാവും, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അത് മെയിനായിട്ട് അത് ഉപയോഗിക്കാറ് ഒരു ഹൈ ലെവൽ മാനേജ്മെന്റ് പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ അതൊരു വിഷ്വലൈസേഷൻ രൂപത്തിൽ അവർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ MIS എന്നുള്ളത്. സോ MIS പല ടൂൾസും കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ആൾക്കാർക്ക് ഇപ്പോഴും എക്സലിനുള്ള ആ ടൂൾസിനെ ഇപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ അത് വല്ലാണ്ട് അഡപ്റ്റ് ചെയ്യില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ MIS ഉള്ള ടൂൾ എങ്ങനെയാണുള്ളത് അതിൻ്റെ ഒരു സാമ്പിൾ സംഭവം ഞാൻ കാണിച്ചു തരാം, എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് ഞാനിതിൽ കൂടെ ചെയ്ത് കാണിച്ചു. ഓക്കെ, സോ ഞാൻ സംഭവം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, ഒരു കാര്യം കാണിച്ചു. ആ ഒരു ഞാൻ അയച്ച ഡാറ്റ എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. കുറച്ചൊരു ടൈം എടുക്കുന്ന ഒരു സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഉപകരിക്കും. ഞാൻ തുറന്നുണ്ട് കേട്ടോ, എല്ലാവരും തുറന്നിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒരു 10 ബെസ്റ്റ് റിപ്പോർട്ടിംഗ് ടൂൾസ് ഇൻ 2021 സ്ക്രീനിൽ കാണുന്നുണ്ട്, റൈറ്റ്? ഷെയർ ചെയ്തല്ലോ, കാണുന്നില്ല? കാണുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഇത് ആക്ച്വലി ഡിസിഷൻ മേക്കിംഗ് ടൂൾ മെയിനായിട്ട് പറയുന്നത് MIS ടൂൾ എന്നാണ്. അതൊരു ഡാറ്റ വിഷ്വലൈസേഷൻ കാണിച്ചുകൊണ്ട് കമ്പനിയുടെ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾസ് MIS ടൂൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിംഗ് ടൂൾ എക്സൽ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇത് പെയ്ഡ് എന്താ പറയാ ഒരു ബ്ലോഗാന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, ആ ലിസ്റ്റ് ഓഫ് ടൂൾസ് ഇവിടെ കാണാം. സോഹോ കേട്ടിട്ടുണ്ടാവും, മൈക്രോസോഫ്റ്റ് പവർ BI, എക്സ്പ്ലെയിനറി. ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്താ? നല്ല ക്യാഷ് കൊടുക്കണം. കുറച്ച് ഫ്രീ എന്തിനും പറയാ സബ്സ്ക്രൈബേഴ്സിന് 2-3 മാസം ഉണ്ടാവും, ട്രയൽ വേർഷൻ ആയിരിക്കും, എല്ലാ ഫീച്ചേഴ്സും എനാബിൾ ചെയ്യുന്നുണ്ടാവില്ല, പിന്നെ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഒരു പെയ്ഡ് ബ്ലോഗാന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ കാണാൻ പറ്റും 1 by 1 അതിന്റെ റിപ്പോർട്ടിംഗ് ടൂൾസും അതുപോലെ തന്നെ ഫീച്ചേഴ്സും ലാസ്റ്റ് കാണാം. ഫ്രീ പ്ലാൻ ആണ്, പക്ഷേ ബേസിക് 22 ഫ്രീ പറയും, പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ചാർജ് ചെയ്തു എല്ലാ ഫീച്ചേഴ്സും എനാബിൾ ആവില്ല. ഇത് മൈക്രോസോഫ്റ്റിന്റെ പവർ BI എന്നുള്ളൊരു ടൂളാണ്. അതായത് നമ്മളൊരു ബിസിനസ് ഇന്റലിജൻസ്, ഒരു വിഷ്വൽ എന്തിനും പറയാ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണിക്കുന്ന വേറെ തന്നെ ടൂളാണ്. എക്സലിന്റെ അതിൽ ഫ്രീ അല്ല. ഇവിടുത്തെ ഇന്ത്യൻ റുപ്പീസ് 700 സംതിങ് ആണ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്ന് തോന്നുന്നു. ഫ്രീ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, എല്ലാ ഫീച്ചേഴ്സും എനാബിൾ ആവില്ല. അതുപോലെ തന്നെ ബാക്കി എല്ലാം നോക്കിയിട്ട് കാണാൻ പറ്റും. എന്താ പറയാ ഇവിടെ നോക്കൂ, ഇതൊന്നും അത് ഗെറ്റ് എ കോഡ് അവർക്ക് മെയിൽ ചെയ്യണം, നല്ല തരുള്ളൂ. സോ ഇത് കണ്ടില്ല, കംപ്ലീറ്റ് ലിസ്റ്റ് എക്സൽ മാത്രം പറഞ്ഞിട്ടില്ല. കാരണം ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു മീഡിയം കമ്പനിക്കൊക്കെ എക്സൽ ധാരാളമാണ്. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ ഇപ്പൊ കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ
എന്റെ സ്ക്രീന് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, എക്സൽ ഷീറ്റ് കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. സോ ഈ സെയിം സ്ക്രീൻ തന്നെയാണ് എന്താ പറയാ നമ്മുടെ നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നത്. ഇതൊരു വലിയൊരു ഡാറ്റാബേസ് ആണ്. ഞാൻ അത് അയക്കാൻ കാരണം നമ്മളിപ്പോഴും എസ്പെഷ്യലി വലിയ വലിയ ഈ പ്യൂട്ടബിളുമായിട്ടുള്ള ടൂൾസ്, പി ലുക്കപ്പ്, അതുപോലെ തന്നെ മേജർ ടൂൾസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാക്സിമം വലിയൊരു ഡെമ്മി ഡാറ്റ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്രയ്ക്കും കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. പ്രാക്ടീസ് ചെയ്യാൻ വളരെ സുഖമായിരിക്കും. നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്യുന്നതിന്റെ സുഖം ഇതാണ്. ഡെമ്മി ഡാറ്റാബേസ് ആണ് ഇത്. ഓൾമോസ്റ്റ് ഒരു 8048 റോ ഐറ്റംസ് ഉണ്ട്, റൈറ്റ്? സോ ജസ്റ്റ് അസ്യൂം ചെയ്യുക ഈ ഒരു ഡാറ്റ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറൊരു ERP സോഫ്റ്റ്വെയർ ഇമ്പോർട്ട് ചെയ്താണ് വിചാരിക്കുക. ഇൻവോയ്സ് ഡേറ്റ് ഉണ്ട്, മന്ത് ഉണ്ട്, ഇയർ ഉണ്ട്, ഇൻവോയ്സ് നമ്പർ, സെയിൽസ് മാൻ, സെയിൽസ് സോൺ, ഈച്ച് കൺട്രി ആൻഡ് ഇറ്റ് സ്റ്റേറ്റ്, സിറ്റി, സെഗ്മെന്റ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഈ ഒരു ഡാറ്റാബേസ് ഫസ്റ്റ് തന്നെ വിട്ടുപോയി പറയാൻ ഉദ്ദേശിച്ചത് ഫർണിച്ചേഴ്സ് അല്ലെങ്കിൽ ഓഫീസ് ഉപകരണങ്ങൾ അതിനുള്ളൊരു വലിയൊരു കമ്പനിയാണ്. അത് സപ്ലൈ ചെയ്യുന്ന ഒരു വലിയൊരു കമ്പനിയുടെ ഡാറ്റാബേസ്, അതിന്റെ സെയിൽസും കാര്യങ്ങളൊക്കെ. സോ അതിന്റെ സെഗ്മെന്റാ കാണിക്കുന്നത്, അതായത് ഹോം ഓഫീസ് ആണോ, കൺസ്യൂമർ ആണോ, അതുപോലെ തന്നെ കോർപ്പറേറ്റിലൊക്കെ ഉള്ളതാണോ ഉള്ളത്. ഷിപ്പ് നെയിം, അതായത് ഷിപ്പിംഗ് കമ്പനി നെയിം, ഷിപ്പ് മോഡ്, ഏതൊക്കെ മോഡാന്നുള്ളത്, ഓരോ മോഡ് ഉണ്ടാവില്ല, പ്രയോറിറ്റി, എക്കണോമിക് മോഡ്, കാറ്റഗറി, അതായത് നേരത്തെ പറഞ്ഞു ഓഫീസ് സപ്ലൈസ് ഉണ്ട്, ഫർണിച്ചേഴ്സും ഉണ്ട്, അതുപോലെ സബ് കാറ്റഗറി ഉണ്ട്, അതിന്റെ ലിസ്റ്റ് ഓഫ് സബ് കാറ്റഗറി ആണ്, പ്രൊഡക്റ്റ് നെയിം ഉണ്ട്, കൂടെ തന്നെ പേയ്മെന്റ് മോഡ്, നമ്മുടെ പേയ്മെന്റ് കിട്ടുന്ന അതിന്റെ യൂണിറ്റ് പ്രൈസും ക്വാണ്ടിറ്റി, റവന്യൂ ഉദ്ദേശിക്കുന്ന ടോട്ടൽ സെയിൽ, അതായത് ഇത് യൂണിറ്റ് ക്വാണ്ടിറ്റി ഇൻറ്റു അതിന്റെ ഒരു റിസൾട്ടാണ്. എനിക്കത് വേണം. ഇപ്പൊ ഡാഷ്ബോർഡ് നോക്കൂ, റൈറ്റ്? സോ ഇതാണ് ഒരു MIS റിപ്പോർട്ട് നമുക്ക് ഒന്ന് പ്രസന്റേഷൻ മോഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതി. ഇത് ജസ്റ്റ് ചുമ്മാ എന്തിനും പറയാൻ നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്യാവുന്നതില്ല. ഇതിലും വളരെ ഭംഗിയായി ചെയ്യാൻ പറ്റും. ആ ഒരു ടൈമിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണ് ഞാനത് ഇങ്ങനെ വെച്ചത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ടൂൾസ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചതാണ്. റെക്കോർഡിങ് ഇതാവുന്നില്ല കേട്ടോ, അതായത് ഡിസ്പ്ലേസ് ഇൻസഫിഷ്യൻസി. റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ ഗ്രേറ്റ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഫുൾ വ്യൂ കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ഹൈഡ് ചെയ്ത് വെച്ചതാണ്. ഈ ഒരു ബട്ടൺ കണ്ടില്ല, ഞാൻ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് എടുത്തിരുന്നു, ഇത് ഓട്ടോ ഹൈഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ഫുൾ സ്ക്രീൻ ആ വിസിബിൾ. അപ്പോൾ ഞാനിപ്പോ ഒരു MIS മീറ്റിംഗിന് ഞാൻ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തു. ഞാൻ പ്രസന്റേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റാബേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഓക്കെ, MIS റിപ്പോർട്ടിംഗ് മീറ്റിംഗ്, കമ്പനി ഡിസിഷൻ ഒക്കെ എടുക്കണമെങ്കിൽ മെയിൻ ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും മാനേജേഴ്സും എല്ലാ ലെവലിലുള്ള ഹൈ ലെവൽ ആൾക്കാരും ഉണ്ടാവും. സോ അവർക്ക് വേണ്ടത് ഒരു ക്വിക്ക് ആയിട്ട് ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. സോ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം ഇതൊരു പ്രസന്റേഷൻ കാണിച്ചു തരാം. അതിനുശേഷം ഇത് കൊണ്ടുള്ള എന്തെങ്കിലും ഇത് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നതും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, സോ ഈ ഒരു കേസ് നോക്കൂ, സെലക്ട് ഇയർ, സെലക്ട് മന്ത്, സെലക്ട് കൺട്രി. സോ എനിക്കിപ്പോൾ അറിയേണ്ടത് ഫോർ എക്സാമ്പിൾ മാനേജർ ചോദിക്കുകയാണ്, എനിക്ക് 2014 ഡാറ്റ കംപ്ലീറ്റ് കിട്ടും. യെസ്, ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി അത് ഇന്റർചേഞ്ച് ആവും ഒരേ ടൈമിൽ തന്നെ. ഇനി 2014 ഒക്ടോബറും നവംബറും ഡിസംബറും വേണം. സോ അതുകൊണ്ട് എന്താ വേണ്ടത്, ഈ സ്ലൈസറിന്റെ ഒരു ഇൻട്രോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ഇൻട്രോ അല്ല, അറ്റ്ലീസ്റ്റ് ആ ഒരു ടോപ്പിക് ഇന്റർ കണക്റ്റഡ് ആയിട്ട് എങ്ങനെയാണല്ലോ ആ സെയിം ലോജിക് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. സോ ആ സ്ലൈസറിന്റെ മുകളിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഫിൽറ്റർ എന്നല്ല, മൾട്ടി സെലക്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യും, ശേഷം ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ. അപ്പം ഒരുമിച്ച് 3 മാത്രം സെലക്ട് ചെയ്തു. ഇനി അതിന്റെ അണ്ടറിൽ തന്നെ എനിക്ക് 2 കൺട്രിയുടെ ഡാറ്റ സെലക്ട് ചെയ്യണം, സ്പെയിനും സ്വീഡനും. സോറി, ഈ ഒരു ഫിൽറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്തു, സ്പെയിനും സ്വീഡനും. സോ അത് രണ്ടും സെലക്ട് ചെയ്ത് അത് മാത്രം ഡാറ്റ പോകും. ഇനി കംപ്ലീറ്റ് എനിക്ക് നോർമൽ ലെവൽ എത്തിക്കണം. അത് കംപ്ലീറ്റ് അത് എന്താ പറയാ, നമ്മുടെ അൺഫിൽറ്റർ ചെയ്യണം. ജസ്റ്റ് ഈ കോർണറിൽ ക്ലിയർ ഫിൽറ്റർ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതും ക്ലിക്ക് ചെയ്യുക, ഇതും ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത റേഞ്ച് വേണമെങ്കിൽ 2013 and 12 വീണ്ടും മൾട്ടി സെലക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും, 13 and 12 അത് മാത്രം വന്നു. ഞാൻ ഡ്രിൽ ഡൗൺ ചെയ്തിട്ട് എനിക്ക് ഡിസംബറത്തെ മാത്രം വേണം. അതിനുശേഷം എനിക്ക് പോർച്ചുഗലത്തെ മാത്രം വേണം. സോ കംപ്ലീറ്റ് ഡ്രിൽ ഡൗൺ ചെയ്ത് അത് മാത്രം ഡാറ്റ ഇവിടെ അപ്പിയർ ചെയ്തു. സോ ഇത് ആക്ച്വലി ഇതൊരു എന്താ പറയാ, ഈ ഒരു 6 ഗ്രാഫ്
നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 8 ആക്കാം, 16 ആക്കാം. എസ്പെഷ്യലി നിങ്ങൾ വലിയ സ്ക്രീനിലൊക്കെ കാണിക്കുന്ന വിഷയമല്ല, ഇത് 6 കാണിച്ചത് മാത്രം. ഇത് ആക്ച്വലി നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി ഇവിടെ ഇമ്പാക്ട് ചെയ്തല്ല, ഇതിന്റെ മിഡ് ആയിട്ട് ഒരാൾ പ്ലേ ചെയ്യുന്നുണ്ട് പിവോട്ട് ടേബിൾ. അതുകൊണ്ടാണ് ഒരു ഇൻട്രോ പാർട്ട് എന്നുള്ളതിൽ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം എന്റെ ക്ലാസ് അറ്റൻഡ് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നത് ഇതിന്റെ പിവോട്ട് ടേബിളിന്റെ ലോജിക്ക്. സോ ജസ്റ്റ് ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചാൽ പിവോട്ട് ടേബിൾ എന്നുള്ളത്. ജസ്റ്റ് ഏതെങ്കിലും ഷീറ്റിന്റെ അവിടെ കേഴ്സർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഹൈഡ് ചെയ്യുക. ഇവിടെ കാണാം ഹൈഡ് ചെയ്ത് വെച്ചത്, റൈറ്റ് ആൻഡ് ഷീറ്റ് ഓക്കെ പ്രസ് ചെയ്താൽ. സോ ഈ ഒരു ഡാറ്റയിൽ നിന്നാണ് ഞാൻ ഇത് ഇങ്ങോട്ടേക്ക് പിക്ക് ചെയ്തത്. ഓക്കെ, ഇനി ഫ്രഷ് ആയിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും ഇതിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും, ഈസിയാണ്. കാരണം ഈ ഡിസൈനിങ്ങും അതിന്റെ പൊസിഷനിന്റെ കളർ ചേഞ്ചിങ് ഒക്കെ എന്തിനും പറയാം കുറച്ച് ടൈം എടുക്കുന്ന സംഭവമാണ്. പ്രസന്റേഷന് വേണ്ടി ഞാൻ കാണിച്ചത് മാത്രം. ഇതിന്റെ ലോജിക്ക് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓൾറെഡി ഓപ്പൺ ചെയ്തെന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു. വേറൊരു പുതിയ ഷീറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു, ഞാൻ ഷെയർ ചെയ്യപ്പോൾ. ഇപ്പോൾ ഉള്ളത് ഞാൻ പുതിയൊരു ന്യൂ ഷീറ്റിലാണ്. നിങ്ങൾക്ക് കിട്ടിയ അതേ ടെംപ്ലേറ്റ് ആയിരിക്കുള്ളത്. ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ആ ടൂൾസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ മുകളിലുള്ള ആ ടാബ് ഒക്കെ ഒന്ന് അൺഹൈഡ് ചെയ്യുന്നു. ഷോ ടാബ്സ് ആൻഡ് കമാൻഡ്സ്. അപ്പോൾ കംപ്ലീറ്റ് ഇവിടെ റിഫ്ലക്റ്റ് ആയി. ശേഷം കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഇൻസെർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് കാണാം, റൈറ്റ്. സോ പിവോട്ട് ടേബിൾ. പിവോട്ട് ടേബിളും റെക്കമെൻഡഡ് പിവോട്ട് ടേബിളും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയാം? റെക്കമെൻഡ് പിവോട്ട് ടേബിൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മളായിട്ട് രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം പിവോട്ട് ടേബിൾ ഉപയോഗിക്കുന്നത്. റെക്കമെൻഡ് ഉദ്ദേശിക്കുന്നത് എക്സൽ തന്നെ റെക്കമെൻഡ് ചെയ്യുക കുറച്ച് ക്രൈറ്റീരിയ. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ലിസ്റ്റ് ഓഫ് ക്രൈറ്റീരിയ ഈ ലെവലിൽ വേണം, അല്ലെങ്കിൽ സം ഓഫ് റവന്യൂ ബേസിൽ വേണോ, അതായത് സ്റ്റേറ്റ് സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് ആ ലിസ്റ്റ് ഓഫ് എക്സലന്റ് സജസ്റ്റ് ചെയ്യുന്ന സംഭവം. കാരണം ബേസ്ഡ് ഓൺ എന്താ പറയാ ഒരു അസസ്മെന്റ് അല്ലെങ്കിൽ പ്രീവിയസ് എന്തിനും പറയാ കേസിന്റെ അടിസ്ഥാനത്തിലോ അവർ തന്നെ ചെയ്തിട്ടുണ്ടോ മെജോറിറ്റി ഇങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും ക്രൈറ്റീരിയ എന്തിനും ആൾക്കാർ നോക്കുന്നതിൽ ആയിട്ടായിരിക്കാം അവരിങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. നമുക്ക് അധികം ആൾക്കാരും എക്സൽ പറയുന്ന ഇതിൽ പോകാറില്ല. നമുക്ക് മാനുവലി നമ്മളായിട്ടുള്ള ആവശ്യത്തിന് നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്യലാണ്. അതുകൊണ്ട് ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഇൻസേർട്ട് പിവോട്ട് ടേബിൾ. പിവോട്ട് ഉദ്ദേശിക്കുന്ന നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു സെന്റർ പോയിന്റിലേക്ക് ഡാറ്റ റിട്രൈവ് ചെയ്യുന്നതിനാണ്. അതായത് വലിയൊരു ഡാറ്റാ ബേസിൽ നിന്ന് ഡാറ്റ ക്ലാസിഫൈ ചെയ്തിട്ട് ചെറിയൊരു നമുക്ക് ആവശ്യമുള്ള ഒരു സെന്റർ പോയിന്റിലേക്ക് ഡാറ്റ റിട്രൈവ് ചെയ്യുന്നതിനാണ്. സോ സെലക്ട് ടേബിൾ ഓഫ് റേഞ്ച് എടുത്തു. ശേഷം ന്യൂ ഷീറ്റ് എക്സിസ്റ്റിംഗ് പോൽ കംപ്ലീറ്റ് കൺജസ്റ്റഡ് ആവും. അതുകൊണ്ട് ന്യൂ ഷീറ്റ് എടുത്തു, ഓക്കെ പ്രസ് ചെയ്തു. സോ ഓക്കെ പ്രസ് ചെയ്ത ശേഷം ഇത് കുറച്ച് പ്രോസസ്സിങ്ങിലായിരുന്നു, പക്ഷേ ഡാറ്റ കുറച്ച് ഹ്യൂജ് ആണ്, 8000 എടുത്തിട്ടുണ്ടല്ലോ. സോ ആ ഒരു റണ്ണിങ്ങിലാണ്. സോ ഈ റണ്ണിങ്ങിന്റെ ബാക്കിൽ തന്നെ പുതിയൊരു ഷീറ്റിലേക്ക് കംപ്ലീറ്റ് ഡാറ്റ ട്രാൻസ്ഫർ ആവും വിത്ത് ഒരു ടെംപ്ലേറ്റ് എടുക്കും. ഇത് എക്സിസ്റ്റിംഗ് ടെംപ്ലേറ്റ് ആണ്. നമുക്കിത് ക്ലാസിക് മോഡിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എക്സിസ്റ്റ് ടെംപ്ലേറ്റിനാണ് കഴ്സർ പ്ലേസ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പിവോട്ട് ടേബിൾ ഓപ്ഷൻസ്, ഡിസ്പ്ലേ ക്ലാസിക് പിവോട്ട് ടേബിൾ. ക്ലാസിക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ഇതെപ്പോഴും ക്ലാസിക് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. എസ്പെഷ്യലി ഈ പിവോട്ട് ടേബിൾ എന്നുള്ള ടോപ്പിക് കൺഫ്യൂഷൻ ആയിരിക്കും ഇത് അറിയാത്തവർക്കും. ഓക്കെ, കാരണം വളരെ എളുപ്പവും ഡാറ്റ മാനുവലി മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ. ഓക്കെ പ്രസ് ചെയ്യും. അതിനുശേഷം ഞാൻ രണ്ട് ക്രൈറ്റീരിയ സെറ്റ് ചെയ്യാം. നേരത്തെ ഞാൻ കാണിച്ച 6 ഡാഷ്ബോർഡ് ഉണ്ട്, ഇവിടെ ഞാൻ 2 ഡാഷ്ബോർഡ് കാണിച്ചു തരാം. ബാക്കി നിങ്ങൾക്ക് തന്നെ 6 അല്ല 10-15 ഡാഷ്ബോർഡ് ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ലോജിക് കിട്ടിയിട്ടുണ്ടെങ്കിൽ. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് ലോജിക് സ്റ്റേറ്റ് വൈസിൽ റോസ് ട്രാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടുന്നു. ഓരോ സ്റ്റേറ്റിലും എത്ര സെയിൽസ്മാൻമാരുണ്ടെന്ന് അറിയണം, സെയിൽസ്മാന്റെ കൗണ്ട്. അതും അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് അൺടിക്ക് ചെയ്യുന്നു, സെയിൽസ് സ്റ്റേറ്റ് വേണ്ട, അല്ലെങ്കിൽ സെയിൽസ്മാനും വേണ്ട. അതിന് പകരം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയണം ഓരോ കൺട്രീസ് എടുക്കും. ഓരോ കൺട്രീസ് റോസിലിട്ടു. അതിൽ വേണമെങ്കിൽ നമുക്ക് എത്ര ഷിപ്പിംഗ് മോഡ് ഉണ്ടല്ലോ, ഷിപ്പിംഗ് നെയിം ഉണ്ട്, ഷിപ്പിംഗ് കമ്പനി എത്ര ഉണ്ട് അറിയണം. വാല്യൂസിലേക്ക് ഇടും, അതിന്റെ കൗണ്ട് കിട്ടി, റൈറ്റ്. ഇത് ഒരു സെറ്റ് ഓഫ് ഡാറ്റ, ഒരു ക്രൈറ്റീരിയ. ഈ നെക്സ്റ്റ് വീണ്ടും ഒരു ടാബിൾ പിവോട്ട് ടേബിളിൽ വേണോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഈ ഷീറ്റ് 1ന്റെ അകത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ വേണമെങ്കിൽ കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യുക, കോപ്പി ആൻഡ് പേസ്റ്റ് ഇറ്റ്. എന്നിട്ട് നെക്സ്റ്റില് നമുക്ക് വേണമല്ലോ. സോ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ക്രൈറ്റീരിയ വേറെ ആണ്. ഈ ഒരു സെക്കൻഡ് ഡ്യൂപ്ലിക്കേഷനുള്ള ആ ടെംപ്ലേറ്റ് ആ ഒരു പിവോട്ട് ടേബിൾ ഡാറ്റ സെലക്ട് ചെയ്തു. ശേഷം ജസ്റ്റ് അൺടിക്ക് ചെയ്യുന്നു.
ഇനി എനിക്ക് സെഗ്മെന്റ് ഞാൻ ഇവിടെ ഇടുന്നു. അതുപോലെ തന്നെ സെഗ്മെന്റ് വൈസിൽ ക്വാണ്ടിറ്റി എത്ര വന്ന് നോക്കാം, അല്ലെങ്കിൽ റവന്യൂ, ടോട്ടൽ റവന്യൂ ഇതിട്ടു. ഓക്കെ, സോ ഈ ഒരു ഫിഗറും ഇവിടെ കിട്ടി. ഓക്കെ, ഇനി ഇപ്പം എനിക്ക് ഈ രണ്ട് ഞാൻ ഉദ്ദേശമായി തന്നെ എനിക്ക് രണ്ട് ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി എന്താ വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സ്ലൈസർ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ഇവിടെ ഇൻസേർട്ട് ചെയ്യണം. സോ ആദ്യം ഒരു ഗ്രാഫ്, അതായത് നമുക്ക് ചാർട്ട് അല്ലെങ്കിൽ ഗ്രാഫ് എക്സലിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെഡിമെയ്ഡ് ചാർട്ട് ഉണ്ട്. അതുകൂടാണ്ട് നമുക്ക് അഡീഷണലി ആഡ് ഓൺ ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇത് ഞാൻ ഈ ഒരു ടെംപ്ലേറ്റിലേക്ക്, ഈ ഒരു ക്രൈറ്റീരിയയിലേക്ക് ചാർട്ട് ആണെങ്കിൽ ഗോ ടു ഇൻസേർട്ട്, ആദ്യം ഇത് സെലക്ട് ചെയ്യാം, ഏത് ക്രൈറ്റീരിയ ആണോ വേണ്ടത് അത് ആ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. ഗോ ടു ഇൻസേർട്ട്, സോ ഇവിടെ കാണാം ലിസ്റ്റ് ഓഫ് ചാർട്ട്, റൈറ്റ്. നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന ഓട്ടോമാറ്റിക് പ്രിവ്യൂ കിട്ടും. സോ ഞാൻ അതൊരു 3D ചാർട്ട് ഓപ്റ്റ് ചെയ്തു. ഓക്കെ, സോ 3D ഓപ്റ്റ് ചെയ്തു. ഇവിടെ തന്നെ നമുക്ക് ഈ ചാർട്ടിന്റെ മുകളിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഫോർമാറ്റ്, ചാർട്ടിംഗ് ഏരിയ, കംപ്ലീറ്റ് സെറ്റിംഗ്സ് ഒക്കെ കിട്ടും. അതിന് ഡാഷ്ബോർഡിന്റെ ടോപ്പിൽ ഞാൻ ഇപ്പം പോകുന്നില്ല, അത് വാസ്റ്റ് ടോപ്പിക് വേറെ തന്നെയാണ്. സോ നിങ്ങൾക്ക് ഡിസൈൻ മാറ്റുന്നുണ്ടെങ്കിൽ ഡിസൈൻ്റെ കൊണ്ട് പോവാം. സോ ഇവിടെ ചാർട്ട് സ്റ്റൈൽ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഓപ്റ്റ് ചെയ്തു, ബ്ലാക്ക് എന്നുള്ളത്. ഓക്കെ, സോ ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി അത് സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്താക്കി, ഒരു പുതിയൊരു അഡീഷണൽ ഷീറ്റ്, ഡാഷ്ബോർഡ് എന്ന് നേരത്തെ കാണിച്ച അഡീഷണൽ ഷീറ്റ്, എനിക്ക് ചാർട്ടും സ്ലൈസറും മാത്രം മതി. അപ്പൊ അതുകൊണ്ട് എന്താക്കി, ഞാനത് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇതവിടെ ഉണ്ടാവും, എന്തായാലും പോകുന്നില്ല. ഈ നെക്സ്റ്റ്, ഇനി ഇതിന്റെ ബേസിൽ എനിക്ക് ഒരു ചാർട്ട് വേണം. ഇത് ഞാൻ ബാർ ചാർട്ട് അല്ല, എനിക്ക് ഇവിടെ പൈ ചാർട്ടോ ഇതാ വേണ്ടത്. ജസ്റ്റ് ഒന്ന് ആ ഒരു പർട്ടിക്കുലർ ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ഗോ ടു ഇൻസേർട്ട്, ഇവിടെ കാണാൻ പറ്റും 3D പൈ ചാർട്ട് സെലക്ട് ചെയ്തു, വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ആൻഡ് ഡിസൈൻ ഞാൻ ജസ്റ്റ് ബ്ലാക്ക് എന്നോട് സെലക്ട് ചെയ്തു, കൺട്രോൾ എക്സ്, സോറി എക്സ് എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ചാർട്ടായി, റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കോമ്പിനേഷൻ വേണമെങ്കിൽ കളർ തന്നെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ബ്ലാക്കിലേക്ക് ആക്കിയാലും നമുക്കൊരു എന്താ പറയുക, സോറി നിങ്ങൾക്ക് അത് കളർ കോമ്പിനേഷൻ കിട്ടും ഇവിടെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ. അപ്പോൾ ഡിസൈൻ മോഡിലേക്ക് ഞാൻ പോകുന്നില്ല, ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കി തരാം. ഇനി ഇതിന്റെ മേലെ നമുക്ക് ഈ ഒരു എന്തിനും ഈ ടൈറ്റിലൊക്കെ മാറ്റണം, അതുപോലെ ഇവിടെ ഫിഗേഴ്സ് കാണിക്കണം, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ടിന്റെ റൈറ്റ് കോർണർ ടോപ്പിൽ ഇവിടെ പ്ലസ് ഐക്കൺ കാണാം, ക്ലിക്ക് ചെയ്യും. ചാർട്ട് ലേബിൾസ് കാണാം, ഡാറ്റ ലേബിൾസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലേബിൾസിനോട് അപ്പിയർ ചെയ്ത് പോകുന്നു നമ്പേഴ്സ്, റൈറ്റ്. ഇനി നമ്പേഴ്സ് തന്നെ നമുക്ക് പല പൊസിഷനിൽ ഇടാൻ പറ്റും. ഇൻസൈഡ് ഇടണോ, ഔട്ട് സൈഡ് ഇടണോ, കണ്ടില്ല. ഞാൻ ജസ്റ്റ് ബെസ്റ്റ് ഫിറ്റ് ആണ് ബൈ ഡിഫോൾട്ട് വരാം. പിന്നെ ഔട്ട് സൈഡ് ഉണ്ടെങ്കിൽ ആ ലെവൽ വന്നു. ഓക്കെ, അതുപോലെ തന്നെ ലെജൻസ് ഉദ്ദേശിക്കുന്ന താഴത്തുള്ള ഈ ലെജൻസ്, അതായത് എന്ത് ക്രൈറ്റീരിയ ബേസിലാണ് അതാണ് ലെജൻസ്. നമുക്ക് ഇതിന്റെ പൊസിഷൻസ് വേണമെങ്കിൽ മാറ്റാനും പറ്റും. നമുക്ക് വേണമെങ്കിൽ ലെജൻസ് വേണമെങ്കിൽ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മൂവ് ചെയ്യും, ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരും. നമുക്ക് വേണമെങ്കിൽ പൊസിഷൻസ് വേണമെങ്കിൽ ടോപ്പിൽ വേണമെങ്കിൽ വെക്കാം, ഏത് രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ടൈറ്റിൽ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്ത് ടൈറ്റിൽ മാറ്റാനും പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ അതായത് ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അതിനുശേഷം നമുക്കിത് കണക്ട് ചെയ്യണമല്ലോ, റൈറ്റ്. അതിന് നമുക്ക് വേണ്ടത് ഇതിന്റെ സ്ലൈസറാണ് വേണ്ടത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ലൈസർ വേണമെങ്കിൽ ഏത് ടെംപ്ലേറ്റിന് മുകളിലാണോ എഗെയിൻസ്റ്റ് ആണോ സ്ലൈസർ ഉണ്ട് അവിടെ പ്ലേസ് ചെയ്യുക, പ്ലസ് ശേഷം ഗോ ടു ഇൻസേർട്ട് സ്ലൈസർ ഇടാം. ഇനി എനിക്ക് വേണ്ടത് ഫോർ എക്സാമ്പിൾ കൺട്രി വൈസിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസിലോ ഏതിലാക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പേയ്മെന്റ് മോഡ് വൈസിലാക്കുന്നില്ല, പേയ്മെന്റ് മോഡ് ആക്കുന്നുണ്ട്. യെസ്, പേയ്മെന്റ് മോഡ് ആക്കുന്നത് ഒരു സ്ലൈസർ അങ്ങനെ കിടക്കട്ടെ. അതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യുന്നു, സോറി ഇൻസേർട്ട് ചെയ്യുന്നു, ഇവിടെ ഇയറോ അല്ലെങ്കിൽ മന്തോ ഒക്കെ കൊടുക്കാം. ഞാൻ ഇയർ പ്രസ് ചെയ്യുന്നു. രണ്ട് സ്ലൈസർ ഇൻസേർട്ട് ചെയ്തു. ഇതിന്റെ ബേസിലാണ് ഫിൽറ്റർ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. ഏത് ഫിൽറ്റർ സെറ്റ് ചെയ്യാം, ചൂസ് ചെയ്യുക സ്ലൈസർ എന്ന ഓപ്ഷൻ. ശേഷം ജസ്റ്റ് ഒന്ന് കൺട്രോൾ എക്സ് പ്രസ് ചെയ്യുന്നു, അതായത് പേസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നു. ജസ്റ്റ് ഒന്ന് സ്ലൈസർ തന്നെ നമുക്ക് ഡിസൈനും അതുപോലെ തന്നെ കളർ കോമ്പിനേഷനും നമുക്കൊക്കെ സെറ്റ് ചെയ്താക്കാൻ പറ്റും.
അതുപോലെ തന്നെ ഇയർ എടുത്തിട്ട് ഇയർ ബൈ ഡീഫോൾട്ട് സ്ലൈസർ ഒറ്റ റോസിൽ സിംഗിൾ ആകാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു സ്പേസിന്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒറ്റ ഇതിനാക്കാം, അതായത് 4 ഒറ്റ സിംഗിൾ റോയിലാക്കാം. ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഓപ്ഷൻസ് കാണും. അവിടെ തന്നെ ബട്ടൺസ് ഉണ്ട്. അവിടെ 1 ഉദ്ദേശിക്കുന്നത് ഓരോ കോളത്തിലും സിംഗിൾ ആകും. നമ്മൾ 4 ആക്കിയാൽ മതി. അതിന്റെ സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സിംഗിൾ റോൾ തന്നെ 4 ഇയർ വന്നു. ഓക്കെ, നമ്മൾ ആ ഡിസൈൻ അനുസരിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ജസ്റ്റ് 2 സാമ്പിൾ കാണിച്ചു തരുന്നത്. അതിനുശേഷം വീണ്ടും സെലക്ട് ചെയ്യുന്നു, മേക്ക് ഇറ്റ് 3. ഓക്കെ, ഇവിടെ 2 ക്രൈറ്റീരിയ കൊടുത്തത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോ പ്രീവിയസ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എങ്ങനെ കണക്ട് ചെയ്യുക മ്യൂച്വൽ ആയിട്ട് എന്നുള്ളത്. സോ ഇതിപ്പോ ഞാൻ ഇപ്പോൾ ക്യാഷ് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം മാറണം, ഇത് മാറുന്നില്ല. നമുക്ക് ഇന്റർ കണക്ട് ചെയ്യണം 2 ഇതും കൂടി, അതായത് ഇവിടെ കാണുന്ന 2 ഡാഷ്ബോർഡും കൂടി. സോ അതുകൊണ്ട് എക്സിസ്റ്റിംഗിലുള്ള ഏതെങ്കിലും സ്ലൈസർ ക്ലിക്ക് ചെയ്യുക, ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റിപ്പോർട്ട് കണക്ഷൻസ് രണ്ടും സെലക്ട് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതും സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിപ്പോർട്ട് കണക്ഷൻസ് സെലക്ട് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി 2014 മാത്രമുള്ള ഡാറ്റ ഓട്ടോമാറ്റിക്കലി മാറുന്നതാണ്. 13, യെസ് 11. ഇനി 13, 14, 12, 13. അതുപോലെ തന്നെ അതിൻ്റെ അണ്ടറിൽ ചെക്ക് മാത്രം. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ഇപ്പം 6 ഡാഷ്ബോർഡും കാണിച്ച ടൈം വേസ്റ്റ് ആക്കേണ്ട വെച്ചിട്ടാണ്. കാരണം ഇതിന്റെ ലോജിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും ഞാൻ ഇപ്പോൾ കാണിച്ചാൽ നിങ്ങൾക്ക് ഉഷാറായി ഉണ്ടാക്കാൻ പറ്റും. കാരണം അതിൽ തന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നത്. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ടോപ്പിക്. വെരി ഇൻഫോർമേറ്റീവ്, വെരി നൈസ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇതിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഒരു സംശയം, അപ്പൊ നിങ്ങൾ ലാസ്റ്റത്തെ പിന്നെ ഗ്രാഫ് ഉണ്ടാക്കി നിങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ലിങ്ക് ആവും, അങ്ങനെ കട്ട് പേസ്റ്റ് ചെയ്തായിരുന്നു ഇങ്ങോട്ട് വന്നത് ലാസ്റ്റ് സമ്മറിയിലേക്ക്? കട്ട് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോ അതായത് നമ്മളിപ്പോ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ കൺട്രോൾ എക്സ് വെച്ചിട്ടാണ് അത് കംപ്ലീറ്റ് ലിങ്ക് ഇന്റർലിങ്ക്ഡ് ആണ്. നിങ്ങൾ ഇതാക്കുന്നില്ലല്ലോ, കംപ്ലീറ്റ് ലിങ്ക്. കൺട്രോൾ എക്സ് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. കൺട്രോൾ എക്സ് ആൻഡ് കൺട്രോൾ വി, കട്ട് ആൻഡ് പേസ്റ്റ്. അതാണെങ്കിലും ഇനി ഈവൻ ഇപ്പൊ ഇതിന്റെ ഈ സ്ലൈസറിന്റെ ഇപ്പൊ പേയ്മെന്റ് മോഡ് എന്നുള്ള ഇത് മാറ്റണം. അതായത് ബേസ്ഡ് ഓൺ പേയ്മെന്റ് നിങ്ങൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ തന്നെ കാണാൻ പറ്റും സ്ലൈസർ സെറ്റിംഗ്സ്. അപ്പോൾ ഇവിടെ ഈ പേയ്മെന്റ് മോഡ് ഒന്ന് ബൈ ഡീഫോൾട്ട് ആയിരുന്നു മാറ്റിയാൽ മതി, ഡിസ്പ്ലേ ചെയ്ത് ലെവൽ ആക്കേണ്ടി എന്നുള്ളത് കാണിച്ചാൽ മതി. അതുപോലെ ഇതിന്റെ അണ്ടറിലുള്ള സംഭവം അസെൻഡിങ് ഡിസെൻഡിങ് എല്ലാ സംഭവം ഇത് ഡ്രിൽ ഡൗൺ ചെയ്ത് എക്സലിന്റെ ഒറ്റ പ്രത്യേകത കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഇനീഷ്യലി പറഞ്ഞത്, ഒരാളും എക്സലിൽ പെർഫെക്റ്റ് അല്ല. ഒരാളും അത് എഞ്ചിനീയേഴ്സ് ഉണ്ടാക്കിയ ആൾക്കാർക്ക് അറിയിക്കും. പക്ഷേ ഇത് ഡ്രിൽ ഡൗൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കുറെ കാര്യം ഞാനൊക്കെ ഈ അടുത്ത് പഠിച്ചതാണ്, ടു ബി ഫ്രാങ്ക്. കാരണം നമ്മൾ ഓരോ കാര്യം നോക്കുമ്പോൾ ഇങ്ങനെ പഠിച്ച് വരുള്ളൂ. ചിലർക്ക് ശോഭ ഇത് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു വിചാരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ ഓരോ സെഷൻ എടുക്കുമ്പോഴും ഓരോ ഡൗട്ട് എന്തിനും പറയും ഞാൻ സ്റ്റക്ക് ആകുമ്പോഴും, അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുക. നിങ്ങളാണെങ്കിൽ ഞാനാണെങ്കിലും ഒരു ടീച്ചറിനതില്ല, ഞാനൊരു ലേണറാണ്. സോ അതുകൊണ്ട് ഓരോ കാര്യങ്ങളും നമുക്ക് എക്സൽ ഒന്ന് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സംഭവം കിട്ടും. വെറുതെ പുറമേയുള്ള ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ഓപ്പൺ സോഴ്സ് ചെയ്തിട്ടുള്ള പേയ്മെന്റ് കൊടുത്ത് ഇങ്ങനത്തെ ടൂൾസ് പുറമെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ കയ്യിലുള്ള സിസ്റ്റത്തിൽ തന്നെ ഉണ്ട് ഒളിഞ്ഞു കിടക്കുന്ന ഒരു ടൂൾ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് രീതിയിലും നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ അതുമല്ല ഈ ഒരു സ്ലൈസർ കുറച്ച് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു സംഭവം എനിക്കത് എന്താ പറയാ, എനിക്ക് വേറൊരാൾക്ക് ഷെയർ ചെയ്യാം. അതായത് ഷെയർ ഉദ്ദേശിക്കുന്നത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ മൂപ്പർക്ക് അത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കൊള്ളാണ്ട് വെച്ചാൽ എന്റെ ടീം മെമ്പേഴ്സ് ഇത് ഷെയർ ചെയ്യണം മെയിൽ വഴി ഒരു പാസ്വേഡ് ഒക്കെ വെച്ചിട്ട്. ഓക്കെ, സോ അവർക്ക് കാകെ കാണേണ്ടത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇത് മാത്രം ക്ലിക്ക് ചെയ്തിട്ട് വിഷ്വൽ ഇത് കാണാൻ പറ്റുള്ളൂ, റിപ്പോർട്ട് ഒന്നും എഡിറ്റ് ചെയ്യാതെ ഇതിലാകും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം സംഭവം ലോക്ക് ചെയ്ത് വെക്കണം. അതായത് കംപ്ലീറ്റ് മൂവ് ചെയ്യാനും പറ്റരുത്, എഡിറ്റ് ചെയ്യാനും പറ്റരുത്, അത് എങ്ങനെയുള്ളത് നമുക്ക് നോക്കാം. സോ വ്യൂ ഓപ്ഷൻ അല്ലേ?
യെസ്, വ്യൂ ഓപ്ഷൻ. വ്യൂ അല്ല, നമുക്ക് അവർക്ക് ഇത് ക്ലിക്ക് ചെയ്യാനും പറ്റണം. ബാക്കി ഒരു എന്താ പറയാ, ബാക്കി ഒരു സംഭവം അവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തത് ബൈ മിസ്റ്റേക്കിൽ അവർ എഡിറ്റ് ചെയ്താൽ കംപ്ലീറ്റ് ഗോളാവും. അപ്പൊ നമ്മുടെ ടീമിന് വ്യൂ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഡാറ്റ സ്ലൈസർ മാത്രമാണ് അവർക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് അത് ലോക്ക് ചെയ്തത്. സോ ആദ്യം വേണ്ടത് കംപ്ലീറ്റ് സ്ലൈസർ സെലക്ട് ചെയ്യുക. അറ്റ് എ ടൈം സ്ലൈസർ സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ ഫസ്റ്റ് ഒരു സ്ലൈസർ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, കൺട്രോൾ പ്രസ് ചെയ്ത് പിടിക്കുക, നെക്സ്റ്റ്. ഇപ്പൊ മൊത്തം സ്ലൈസർ ഒരൊറ്റ ക്ലിക്കിൽ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? സോ ഒറ്റ ഇതിൽ തന്നെ ആയി. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ പറ്റും സൈസ് ആൻഡ് പ്രോപ്പർട്ടീസ്. അതിൽ നിങ്ങളത് ഈ പ്രോപ്പർട്ടീസിന്റെ അണ്ടറിൽ ഒരു പക്ഷേ ഈ ഒരു വ്യൂ ആയിരിക്കില്ല 2016, 13, 10 ഉപയോഗിക്കുന്ന ആൾക്കാർക്കുള്ളത്. പക്ഷേ ഈ സെയിം ഓപ്ഷൻ അതിലുണ്ട്. അതിൽ ലോക്ക്ഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അൺലോക്ക് ചെയ്യുക. കാരണം എനിക്ക് ഈ സംഭവം ലോക്ക് ആക്കരുത്. കാരണം അവർക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, റൈറ്റ്? ക്ലിക്ക് ചെയ്യാൻ പറ്റേണ്ടതാണ്. അതുകൊണ്ട് അൺലോക്ക് ആക്കാം. അതിനുശേഷം നമ്മുടെ ഓട്ടോ ഹൈഡ്രജൻ അഷ്യൂർഡ് കമാൻഡ്സ്, അതിൽ റിവ്യൂല് നമ്മളെ ഈ പ്രൊട്ടക്ട് അണ്ടറിൽ പ്രൊട്ടക്ട് ഷീറ്റ് ഉണ്ടാവും. ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ഒരു ഓപ്ഷൻ വരും അല്ലേ, അതിൽ പാസ്വേഡ് കൊടുക്കുന്നു 1, 2, 3. ഇനി ഈ ഒരു സെക്ഷൻ എന്താ പറയുക, അലൗ all users of this worksheet select unlocked cell. അതായത് ലോക്ക് ചെയ്യാത്ത സെല്ല് സെലക്ട് ചെയ്യാൻ പറ്റും. അത് ലോക്ക് ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ലോക്ക് ആയിരിക്കും അതിനർത്ഥം. നെക്സ്റ്റ് യൂസ് പിവോട്ട് ടേബിൾ ആൻഡ് പൈവോട്ട് ചാർട്ട്. ഇതും യൂസ് ചെയ്യാൻ പറ്റണം. എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത് മൂവ്മെന്റ് കാണും. സോ ഓക്കെ പ്രസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും 1, 2, 3 ഓക്കെ പ്രസ് ചെയ്തു. duplication. Right click ചെയ്യുന്നു, properties, unlocked, protect sheet, select unlocked cells, and use pivot table for a chart. അത് സെറ്റ് ചെയ്താൽ മതി. ഇനി ഞാൻ ഇവിടെ നോക്കൂ, ജസ്റ്റ് 2011 ക്ലിക്ക് ചെയ്തു, 2 ക്ലിക്ക് ചെയ്തു, 14 ഇതിങ്ങനെ മാറുന്നുണ്ട്. പക്ഷെ ഞാനിതാ ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എനിക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മൂവ് ചെയ്യിപ്പിക്കാനും പറ്റുന്നില്ല. അത് ലോക്കായി കംപ്ലീറ്റ്. പക്ഷെ അതിലുള്ള ഡാറ്റ കംപ്ലീറ്റ് മാറുന്നതാണ്, റൈറ്റ്? ഓട്ടോമാറ്റിക്കലി. സോ നമ്മളത് പാസ്വേഡ് ഷെയർ ചെയ്യാണ്ട് നമ്മളൊരു വ്യൂബിൾ ഓപ്ഷൻ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിലൊന്നും കളിക്കാത്ത രീതിയിൽ, കംപ്ലീറ്റ് ലോക്ക് ആക്കുന്ന രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ ഒരു മിനിറ്റ്, ഷിറോസ് മോമൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഷിറോസ് മോമൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. അസ്സലാമലൈക്കും. ഓക്കെ, ക്വിക്കായിട്ട് ഈ പിവറ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, പിവറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്, വി ആർ പുള്ളിങ് ഇറ്റ് ഔട്ട് ഫ്രോം വൺ സിംഗിൾ ഷീറ്റ്. ഇപ്പൊ എനിക്ക് ഐ ഹാവ് ലെറ്റ് us say 6 or 7 ഷീറ്റ്സ്, ഡിഫറെന്റ് ഷീറ്റ്സ്, ബട്ട് ദ ഫോർമാറ്റ് ഇസ് സെയിം. അതായത് ഓരോ മാസത്തിൽ വരുന്ന എനിക്ക് റിപ്പോർട്ടാണ്. ലൈക്ക് ഡാറ്റ ഇസ് ലൈക്ക് അറൌണ്ട് 8,000 to 10,000 റോസ് ഉണ്ടാവും ഓരോ ഷീറ്റിൽ. ഈ എല്ലാ ഷീറ്റും കൂടി പിവറ്റ് ടേബിൾ പുൾ ഔട്ട് ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. പക്ഷെ അതൊരു ഇൻഡെപ്ത്, ഞാൻ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് കണക്ഷൻ ഉണ്ട്, അത് പറ്റും. അത് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പറ്റും. മൂപ്പര് ചോദിച്ചത്, അതായത് പിവറ്റ് റിപ്പോർട്ട് എനിക്ക് മനസ്സിലായി, ഡാറ്റാബേസ് മൾട്ടിപ്പിൾ ഷീറ്റിലുണ്ടെങ്കിൽ അത് എങ്ങനെ ക്ലബ് ചെയ്തുകൊണ്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്, റൈറ്റ്? അത് പറ്റും. യെസ്, അത് പറ്റും, പോസിബിൾ ആണ്. ബിക്കോസ് ഇത് ബേസ് ചെയ്തിട്ടായിരുന്നു എന്റെ ഏർലിയർ ക്വസ്റ്റ്യൻ, ഡാറ്റ കൺസോളിഡേഷൻ. ഇപ്പൊ ഡാറ്റ കൺസോളിഡേഷൻ നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് ഉണ്ടല്ലോ, ഈ 4 ഷീറ്റും കൂടെ ഒറ്റ ഷീറ്റിലേക്ക് ആക്കാൻ പറ്റും വിത്ത് 1 click. Without, I don't want totals. 4 ഷീറ്റും I have 4 sheets. Yes, പറ്റും. I don't want totals. മനസ്സിലായി, അത് പറ്റും. അത് പിവറ്റ് മൾട്ടിപ്പിൾ ഷീറ്റ്സ് എന്നുള്ള വേറെ തന്നെ കാറ്റഗറി ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് കണക്ട് ചെയ്യാം, നോ ഇഷ്യൂ. അല്ല, ഞാൻ ചോദിക്കുന്ന പിവറ്റ് അല്ലാണ്ട് ഐ വാണ്ട് റോ ഡാറ്റ, ഓക്കെ, വിത്ത്
പിവറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ റോഡായിട്ട് പുൾ ഔട്ട് ചെയ്യേണ്ടി വരും അല്ലേ? ആ ഓക്കെ. അപ്പൊ ദാറ്റ്സ് എ ഡിഫറെന്റ് നമ്മൾ കൺസോൾട്ടേഷൻ കാരണം വെച്ചാൽ എന്താ അറിയോ, നമ്മളിപ്പോ ഒരാൾ പറയാം അത് കൺസോൾട്ടേഷൻ യൂസ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ പേർപ്പസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കൺസോൾട്ടേഷന്റെ ആവശ്യം ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു സബ് ടോട്ടലിലേക്ക് ആവശ്യം ചിലപ്പോൾ പിയോട്ടബിളൊക്കെ ആവശ്യം ഉണ്ടാവുക. ഇറ്റ് ഡിപ്പെൻസ്, നമുക്ക് ചൂസ് ചെയ്യുക ഏതാ ടൂൾസിന് ഏറ്റവും കംഫർട്ട് ഉള്ളത്. അത് ഇന്ന ടൂൾസ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഒരാൾ കൺസോൾട്ടേഷനിൽ ഭയങ്കര എക്സ്പെർട്ട് ഉള്ള ആളായിരിക്കും. അപ്പോൾ മൂപ്പര് പറയും, മൂപ്പര് പിവോട്ടബിൾ സൈഡ് എന്തെങ്കിലും വലിയൊരു ഐഡിയ ഇല്ലാതെ, അപ്പൊ മൂപ്പര് പറയണം ഇത് കൺസോൾട്ടേഷൻ ചെയ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് നോളജ് ആൾക്കുന്നത്. അല്ലാണ്ട് നിങ്ങളോട് ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള പിവോട്ടബിൾ അത് ഏറ്റവും ചൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പിവോട്ടബിൾ ആണ്. അധികം കൺസോൾട്ടേഷന് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യാൻ പിവോട്ടബിൾ ആണ്, മൾട്ടിപ്പിൾ ഷീറ്റിലൊക്കെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യട്ടെ. ഓ യെസ്. റൈറ്റ്. നെക്സ്റ്റ് ആണ് ഓഡിറ്റിംഗ് ആൻഡ് ഡീബഗിങ്. ഇത് വളരെ റെയർ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചു. അത് ഒരു ബ്ലാങ്ക് എക്സൽ ഷീറ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപകാരമാവും. ഇൻസ്റ്റന്റ് ആയിരുന്നു. ബ്ലാങ്ക് എക്സൽ ഷീറ്റ് ന്യൂ അടിച്ചിട്ട് എന്റെ ഷീറ്റ് കാണുന്നില്ല അല്ലേ? ബ്ലാങ്ക് റൈറ്റ്. അതില് നമ്മുടെ ഈ ഫോർമുലാസ് ഉള്ള ടാബിൽ അവിടെ ഒരു സെക്ഷൻ കാണാം, ഫോർമുല ഓഡിറ്റിംഗ്. അതായത് ഇത് എസ്പെഷ്യലി നമ്മൾ എപ്പോഴാ യൂസ് ചെയ്യാറിയും, നമ്മളൊരു വലിയ വലിയ ഫങ്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഫോർമുല എവിടുന്നാണ് എടുത്തത്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ നമ്പർ ഏതൊക്കെ ഫോർമുല ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് സിറ്റുവേഷൻ ബേസ്. അതായത് ഒരു എന്തെങ്കിലും പറയാം ഡിപ്പെൻസ്, അത് നിങ്ങൾ കേസ് ടു കേസ് ആണത്. അതായത് എന്തെങ്കിലും പറയാം ഒരു വലിയ വലിയ ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഈ പിക്ക് ചെയ്ത ഫോർമുല ചിലപ്പോൾ ഒറ്റ സെല്ലിലെ ഫോർമുല തന്നെ മൾട്ടിപ്പിൾ സെല്ലിൽ നിന്നും കണക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടാവും. അത് എവിടെ നിന്നൊക്കെയാണ് എടുത്തതെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ടൂളാണ് ഈ ഫോർമുല ആൻഡ് ഓഡിറ്റിംഗ് എന്നുള്ളത്. സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ 1 ഇൻസെർട്ട് ചെയ്തു, 2 ഞാൻ ഇത് +3 കിട്ടി. അതുപോലെ തന്നെ ഇവിടെ 2 ഇൻസെർട്ട് ചെയ്തു, വീണ്ടും ഇൻടു 6 കിട്ടി. 5 ഇൻസെർട്ട് ചെയ്തു +6 11 കിട്ടി. അപ്പം ഇതിപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു കൊളീഗിന് അയച്ചു കൊടുക്കാം. അപ്പം ഇത് ജസ്റ്റ് 1 2 3 ചെറിയൊരു ഫംഗ്ഷൻ ആണ്. ഇപ്പൊ വലിയൊരു ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ എമൗണ്ട് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഈ ഓഡിറ്റിംഗ് എന്നുള്ളൊരു ടെർമിനോളജി അവർ യൂസ് ചെയ്തത്. മെയിനായിട്ട് ഓഡിറ്റിംഗ് പേർപ്പസിനും വേണ്ടിയിട്ടാണ്. ഡാറ്റ ഒന്ന് നിരീക്ഷിക്കാൻ, പരീക്ഷ എന്തെങ്കിലും പറയാ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എവിടെ നിന്നാണ് ഫോർമുല പിക്ക് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ കാണാം നമുക്ക് അതിലുള്ള ഓരോ ടൂൾസ് എന്താ നോക്കാം. ട്രേസ് പ്രസിഡൻസ്, ട്രേസ് ഡിപെൻഡൻസ്. അത് ട്രേസ് പ്രസിഡൻസ് ഉദ്ദേശിക്കുന്നത് ഇത് കേസർ ഇവിടെ തന്നെ കാണാൻ പറ്റും, റൈറ്റ്? ഷോ arrows that indicates which cells affect the values of currently selected cell. So ഇവിടെ പറയുന്നത് ഒരു പർട്ടിക്കുലർ സെല്ലിലുള്ള വാല്യൂ അത് ഏതൊക്കെ ഡാറ്റനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് ആ ഒരു പർട്ടിക്കുലർ വാല്യൂ, ഫോർ എക്സാമ്പിൾ ഞാൻ 1 സെലക്ട് ചെയ്തു, ഇത് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. അതായത് ക്ലിക്ക് ചെയ്യുന്നു, സോറി പുതിയ ഷീറ്റിൽ കിടന്ന് മൾട്ടിപ്പിൾ ഷീറ്റ് ഓപ്പൺ ചെയ്താൽ അതായത് ഇത്രയും ഡാറ്റ ഉണ്ട്. ഇതിൽ ഏതൊക്കെ വാല്യൂ ഏതൊക്കെ ഫോർമുലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഫോർമുല ഏതൊക്കെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർമുലാസിന്റെ അണ്ടറിലാണ് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാനിപ്പം ഈ ഒരു ഡാറ്റ ഞാൻ എൻ്റെ ഓഡിറ്ററിന് കൊടുക്കാം. എൻ്റെ ഇയർലി ഫിനാൻഷ്യൽ ഇയർ എൻ്റെ ഓഡിറ്റേഴ്സ് വരും, സോ അവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ
അവര് എന്നോട് ചോദിക്കാൻ ഇതിൽ ഏതൊക്കെ ഫംഗ്ഷൻസ് എനിക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല, ഇത് കംപ്ലീറ്റ് ഫോർമുലസ് ഒന്ന് ഒരു ക്വിക്ക് വീല് കാണിച്ചു തരുമെന്നുള്ളത്. സോ ആദ്യം ഫംഗ്ഷൻസ് എങ്ങനെയാണ് കാണിക്കുന്നത്, ഷോ ഫോർമുലസ് കംപ്ലീറ്റ്. സോ കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഷോ ഫോർമുലാസ് ഉള്ള ഓപ്ഷൻ ആ ക്ലിക്ക് ചെയ്താൽ തന്നെ ഇവിടെ 1 by 1 അവിടെ ഫോർമുല അപ്ലൈ ചെയ്ത് കാണാൻ പറ്റും. റൈറ്റ്, E3 E6 ഇവിടെ ബാക്കിയെല്ലാം നമ്പേഴ്സ് ആണ്. കംപ്ലീറ്റ് കിട്ടി. ഇനി അതുപോലെ തന്നെ അവർ പറയുന്നത് ഓക്കെ ഈ ഒരു ഫോർമുല ഇത് എവിടെ നിന്നാണ് പിക്ക് ചെയ്തതെന്ന് അവരറിയണം. സോ അതുകൊണ്ടാണ് ഇത് ഏതൊക്കെ ഡിപ്പെൻഡ് ചെയ്തെന്നുള്ളത്. ജസ്റ്റ് സോറി. സോ ഇവിടെ കാണാൻ പറ്റും ഈ 11 എന്നുള്ള സംഭവം ഈ ഡിപ്പെൻഡ് ചെയ്തത് ഇതിനാണ്. ഈ ജസ്റ്റ് ഒന്ന് വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അതായത് 11 എങ്ങനെ അറൈവ് ചെയ്തെന്ന് കാണിക്കുന്നത്. റൈറ്റ്, ഇത് L1 L10 J10 കൂടി ഇല്ല. ഇനി നെക്സ്റ്റ് ഞാൻ വീണ്ടും ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസിഡൻസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 6 വന്ന രീതിയാണ് കാണിക്കുന്നത്. റൈറ്റ്, ഇനി വീണ്ടും ക്ലിക്ക് ചെയ്തു, അതിന്റെ എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിക്കുന്നത്. സോ ഞാൻ നമുക്ക് റിമൂവ് ചെയ്യുന്നു. ഇനി അതിനുശേഷം ഈ ഒരു 5 എന്നുള്ളത് ഇത് ഫോർമുല ഇല്ല, പക്ഷെ ഈ ഒരു ഫോർമുല ഉള്ളതിനെ ഏതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കാണിക്കണം. അതായത് ഈ 5 ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കാണിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രൈസ് ഡിപ്പെൻഡൻസി ക്ലിക്ക് ചെയ്താണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഫോർമുല ഇല്ലാത്തതിനെ ഡിപ്പെൻഡൻസിയും ഫോർമുല ഉള്ളതിനെ പ്രസിഡൻസും ആണ്. സോ നമ്മൾ ഫോർമുല നേരത്തെ ഈ പ്രസിഡൻസി ക്ലിക്ക് ചെയ്തപ്പോഴാണ് റിമൂവ് ചെയ്യുന്നു. ഈ ഫോർമുല ഉള്ള ഈ സംഭവത്തിന്റെ പ്രസിഡൻസി ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഇത് ഡിപ്പെൻഡൻസി കാണിക്കുന്നത്. പക്ഷെ ഇത് രണ്ടിനും ഫോർമുല ഉണ്ടോ നമുക്ക് നോക്കാം. റിമൂവ് ചെയ്യുന്നു. ഈ 5 എന്നുള്ളതിന് ഫോർമുല ഇല്ല, 6 ഫോർമുല ഉണ്ട്. റൈറ്റ്, അപ്പോൾ ഞാൻ 5 സെലക്ട് ചെയ്യുന്നു, അതിന് ഡിപ്പെൻഡൻസി കാണിച്ചു. ഷീറ്റ് സ്റ്റക്ക് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് മാത്രം തോന്നണോ? സ്റ്റക്ക് ആയിട്ടുണ്ടോ? അല്ല, ഷീറ്റ് സ്റ്റക്ക് ആയി. സ്റ്റക്കാണ്. സ്റ്റക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യേണ്ടത്. കുഴപ്പമില്ല. കാരണം കുറെ ഷീറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് എനിക്ക് നേരത്തെ എറർ വരാൻ കാരണം അതാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു മിനിറ്റ്. ആയിക്കോട്ടെ, പ്ലീസ്. സോറി. ഓക്കെ, ഇപ്പൊ മൂവ് ചെയ്യുന്നുണ്ട്. ഇത് റെഡി അല്ലേ? നേരത്തെ മൾട്ടിപ്പിൾ ഷീറ്റ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് സ്റ്റക്ക് ആയി പോയത് നേരത്തെ എറർ. ഓക്കെ, സോറി. മാത്രം സ്റ്റക്ക് ആയതാണ്. ഓക്കെ, എല്ലാം ക്ലിയർ ആയി. കുഴപ്പമില്ല. എന്തായാലും സ്റ്റാർട്ടിംഗ് മുതൽ പറഞ്ഞുതരാം. ഞാൻ കുറച്ച് ഇവിടെ ഇൻസേർട്ട് ചെയ്തപ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു, കുറച്ച് നമ്പർ ഇൻസേർട്ട് ചെയ്തത്. യെസ്, അപ്പൊ ഈ നമ്പർ ഞാൻ സാമ്പിൾ നമ്പർ ഇൻസേർട്ട് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഈ നമ്പേഴ്സിൽ വാല്യൂസും ഉണ്ട്, അതുപോലെ തന്നെ ഫോർമുലാസും ഉണ്ട്. റൈറ്റ്, ഇതൊക്കെ രണ്ടുന്നുള്ള വാല്യൂ ആണ്, ഇത് ഫോർമുലയാണ്. സോ എന്റെ ഒരു ഓക്കെ അപ്പോ എന്റെ ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എന്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പുറത്തുനിന്ന് ഓരോ ഓഡിറ്റേഴ്സ് ഉണ്ട്. സോ മൂപ്പർ അത് കാണുന്നത് ഇപ്പൊ മൾട്ടിപ്പിൾ എൻട്രീസ് കാണുന്നുണ്ട്, വലിയ വലിയ എമൗണ്ട് കാണുന്നുണ്ട്. ആ എമൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂപ്പർ ഇങ്ങനെ സെർച്ച് ചെയ്ത് എവിടുന്ന് അത് സംഭവം വരുന്നതെന്ന് അറിയുന്നില്ലല്ലോ. നമ്മളിപ്പം ഈ ഒരു സാധാരണ ഒരു അറ്റ്ലീസ്റ്റ് ബേസിക് അറിയുന്ന ആൾക്കാർക്കൊക്കെ ഏത് സെല്ലിലാണോ നമ്മുടെ വാല്യൂ ഉള്ളത് ആ സെല്ല് ഉപയോഗിച്ചിട്ട് ആ സെല്ല് കേസ് ബേസിന് F2 പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും. ഇന്ന് ഹൈലൈറ്റ് ചെയ്യും ഇവിടുന്ന് സംഭവം പിക്ക് ചെയ്തെന്നുള്ളത്. അപ്പൊ മൾട്ടിപ്പിൾ സെൽസ് ഉണ്ടെങ്കിലോ ഡിഫറെന്റ് കളറിൽ ആ സെല്ല് ഹൈലൈറ്റ് ചെയ്യും. അതിനൊന്നും യാതൊരു ആവശ്യമില്ല. നമുക്കിത് ഇതിനെ പോയിന്റ് ഔട്ട് ചെയ്യണം, അതായത് എവിടുന്ന വന്നതെന്നുള്ളത്. സോ അതിന് പുറമെ നമുക്ക് ഈ ആൾക്കറിയണം ഇതിൽ എത്ര ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫോർമുല അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇത് ഏതൊക്കെ സെല്ല്. പിന്നെ ഈ സിംഗിൾ വ്യൂവിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് ക്ലിക്ക് ചെയ്ത് ഒരു പക്ഷെ കാണാൻ പറ്റും, പക്ഷെ ഒരു അറ്റ് എ ടൈം എനിക്ക് കാണാൻ പറ്റുന്നില്ല എവിടൊക്കെയാണ് ഫോർമുല അപ്ലൈ ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൻ, അതായത് നമ്മുടെ ഈ ഫോർമുല എന്നുള്ളതിന്റെ അണ്ടറിൽ തന്നെ ഫോർമുല ഓഡിറ്റിങ്ങിന്റെ അണ്ടറിൽ തന്നെ മൾട്ടിപ്പിൾ വ്യൂസ് ഉണ്ടാവും. റൈറ്റ്, ഈ ഒരു കാറ്റഗറിയിൽ അവിടെ ഷോ ഫോർമുലാസ് ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി എവിടെയൊക്കെ ഫോർമുല ഉള്ളത് ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. സോ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം ജസ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, ഇത് മൂവിക്കുന്നു. അത് അങ്ങനെ ആൾക്കാർ അതൊക്കെ യൂസ് ചെയ്യാറില്ല. അതിൽ ഏറ്റവും യൂസ് ചെയ്യുന്നത് ട്രൈസ് പ്രസിഡൻസും ട്രൈസ് ഡിപ്പെൻഡൻസും ആണ്. സോ ഇവിടെ ട്രൈസ് ഡിപ്പെൻഡൻസും, അതായത് ഷോ arrows that indicate which cell are affected by the value that currently selected. അതായത് നമ്മളിപ്പോൾ കറന്റ്ലി സെലക്ട് ചെയ്ത വാല്യൂനെ എവിടുന്നൊക്കെയാണ് അത് ഈ ഒരു പർട്ടിക്കുലർ സെല്ലിലുള്ള വാല്യൂ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എങ്ങനെ അത് അറൈവ് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ജസ്റ്റ് ട്രൈ ഡിപ്പെൻഡൻസി ക്ലിക്ക് ചെയ്താൽ മതി. സോറി, ഹാങ് ആവുന്നുണ്ട്. ഇപ്പോ സ്ക്രീന് ഷെയറിങ് പോയിട്ടുണ്ട്. നിങ്ങളെ സൂമിന്റെ സ്ക്രീൻ അപ്പൊ കാണുന്നത്
ഒരു മിനിറ്റ്. ഇപ്പോഴോ ഇപ്പൊ Excel എത്തി ഇപ്പൊ കാണിക്കുന്നുണ്ട് അല്ലേ? ആരോ കാണിക്കുന്നുണ്ട്. ഓക്കെ, സി അപ്പോൾ ട്രേസ് പ്രസ്, അതായത് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂസ്, അതായത് ഫോമുല ഉള്ള സെല്ലുള്ള വാല്യൂന് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഇത് കാണിക്കുന്നത്. 6ഉം 5 കൂടെ വന്നത്. ഇനി വീണ്ടും ഇത് എക്സ്റ്റാൻഡ് ചെയ്ത് പോകുന്നത്, അത് ഇനി എനിക്കറിയണം അങ്ങനെയാണെങ്കിൽ 6ഉം 5ഉം എവിടുന്നാ വന്നത്. സോ വീണ്ടും ആ സെയിം ട്രേസ് പ്രസിഡന്റ് ക്ലിക്ക് ചെയ്താണ് വീണ്ടും അത് വന്നു. ഇനി ഇത് എവിടുന്നാ വന്നത്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, ഇത് ഇവിടുന്നാണ് വന്നത്. ആ സിമിലർ വേ ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുന്നു. ഈ ട്രേസ് ഡിപ്പെൻഡൻസ് എന്താ നോക്കുക, അതായത് നമ്മൾ ഫോമുല ഇല്ലാത്ത വാല്യൂസ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇത് ക്ലിക്ക് ചെയ്തു, ഇത് വാല്യൂസ് ആണ്. സോ ഇത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കണം. ട്രേസ് ഡിപ്പെൻഡൻസ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്തു, ഞാൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തു, ഞാൻ റിപ്പീറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നോക്കാട്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ അതുപോലെ തന്നെ ജസ്റ്റ് റിമൂവ് ആരോസ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇത് ആക്ച്വലി ഫോമുല ആണ്. അപ്പം ട്രേസ് പ്രസിഡൻസ് ഇതിനെ ക്ലിക്ക് ചെയ്യുന്നു, ഇത് ഇവിടെ നിന്നാണ് വന്നത്, ജസ്റ്റ് റിമൂവ് ചെയ്യുന്നു. ഇനി സെക്കൻഡ് ഇത് വാല്യൂ ആണ്. അഗെയിൻ ട്രേസ് ഡിപ്പെൻഡൻസ് ഇതിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇന്ന് വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, ആക്ച്വലി ഇതിന് ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് ആക്ച്വലി ട്രേസ് ഡിപ്പെൻഡൻസ് പ്രസിഡൻസ് ഇത് എവിടുന്നാണ് ഫോമുല എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ്, എന്തിനാണ് ആശ്രയിച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം, നമ്മളൊരു പർട്ടിക്കുലർ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ ഞാൻ പുതിയ ഷീറ്റ് ഇവിടെ ആഡ് ചെയ്യുന്നു. അതിൽ 100, 200, 300 equal to this one plus this one into and this amount, enter it. ഈ amount കിട്ടി. സോ ഇതൊന്ന് എനിക്കൊന്ന് ഈ ഒരു ഫോമുല നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അതായത് ഇതെങ്ങനെ അറൈവ് ചെയ്യുന്നുള്ളത് 1 by 1. സോ എവിടെയാണോ ഫോമുല ഉള്ള സെല്ല് അവിടെ കേഴ്സർ പ്ലേസ് ചെയ്യാം. ശേഷം ഈ ഫോമുല ഓഡിറ്റിംഗ് കണ്ടല്ലോ തന്നെ ഇവാലുവേറ്റ് ഫോമുല ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ ഈ ഒരു ഡയലോഗ് ബോക്സ് അപ്പിയർ ചെയ്യും, റൈറ്റ്? സോ ഇവിടെ ഇവാലുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ കാണുകയാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്ന സംഭവമാണ് ഇവിടെ താഴെ കണ്ടണം ഒരു അടിവരട്ട് D3 എന്നുള്ളത്, റൈറ്റ്? ഈ സംഭവം എത്തിയതിന്റെ ഇതാണ് കാണുന്നത്. D3 ഉദ്ദേശിക്കുന്ന ഈ ഒരു സെൽ D3, ഈ 100 പ്ലസ് D5 അത് 200 ഇൻറ്റു G6. ഇതാണ് ഈ എക്സൽ നമുക്ക് തരുന്ന ഒരു ഇനീഷ്യൽ പിക്ചർ. അതായത് ഇവിടെ നിന്നാണ് ഈ ഒരു എമൗണ്ട് എത്തിയെന്നുള്ളത്. ഇനി 1 by 1 ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അതുകൊണ്ട് അവിടെ ഇവാലുവേറ്റ് സ്റ്റാർട്ട് ഇവാലുവേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം, റൈറ്റ്? സോ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത് താഴെ അടിവരട്ട സംഭവം D3 ഇവാലുവേറ്റ് ചെയ്യുന്നു 100 ആണ്. ഇനി അടുത്ത് D5 ഇവാലുവേറ്റ് ചെയ്യുന്നു 200 ആണ്. ഈ G6 300 ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ടോട്ടൽ 60,000 ആൻഡ് ഇവാലുവേറ്റ്. ഫൈനലി ഈ എമൗണ്ട് അറൈവ് ചെയ്ത് വന്നു. ഇത് വളരെ ചെറിയൊരു എമൗണ്ട് ഇട്ട് എക്സാമ്പിൾ കാണിച്ചതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് നിങ്ങളെ ഓഫീസ് റിലേറ്റഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ മാനുവലി കുറച്ച് ഫോമിലൊക്കെ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാവും. അപ്പോൾ ഒരു ലോജിക്ക് കിട്ടും. ഇത് ജസ്റ്റ് ഒരു ബ്രീഫ് തന്നതാണ് എങ്ങനെയാണെന്നുള്ളത്, എന്താ ഈ ഒരു ഫോമുല ഓഡിറ്റിങ് എന്താ സംഭവം. എനിക്ക് ഉറപ്പുണ്ട് ഇതിലുള്ള ഒരു 50% ഇപ്പോൾ ആൾക്കാരും ഇത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല, ഉറപ്പുള്ള കാര്യം. പക്ഷെ ഒരു എന്തിനും പറയാ ഒരു ചില സിറ്റുവേഷൻ ആവുന്നത് വളരെ ഹെൽപ്ഫുൾ ആവും അങ്ങനത്തെ ഫംഗ്ഷൻസ്. ഇങ്ങനത്തെ എത്രയോ ഹിഡൻ ഫംഗ്ഷൻസ് എക്സലിന്റെ ആൾക്കാർ ഉപയോഗിക്കാതെ കിട്ടും. സോ ഓൾ ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ മെയിനായിട്ട് പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ ഷിറോസുവാൻ്റെമായി തന്നെ കുറെ ആൾക്കാരോടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കൊരു വേണമെങ്കിൽ സെഷനോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കുള്ള ഇൻഡെപ്തോ അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ വർക്കുമായി ബന്ധപ്പെട്ട ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൺസൾട്ടേഷൻസ് സംഭവം ഇപ്പോൾ ഷിറോസ് ഭായി മൂപ്പർക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട എന്തോ ക്ലാരിഫിക്കേഷൻ മുമ്പ് ചോദിച്ചത്, അതുമായി എക്സിസ്റ്റിംഗ് എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം, എന്തായാലും അത് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ടൈം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പായിട്ട് നമുക്കൊന്ന് ഇരിക്കാം, നോ ഇഷ്യൂ. സോ അതായിരിക്കും ബെറ്റർ. കാരണം കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടെന്ന് എനിക്കറിയാം, ഒരു ഹെസിറ്റേഷൻ ആയിരിക്കാം ചോദിക്കാനുള്ള. സോ അതുകൊണ്ടാണ്. സോ എൻ്റെ ഗ്രൂപ്പിൽ ആ നമ്പർ ഉണ്ട്. സോ മെയിനായിട്ട് ഇന്നത്തെ ടോപ്പിക് ഇതാണ്. ഐ മീൻ നമ്മുടെ phase 2 end. So